നമസ്തേ, പുത്തമ്പുലിയിലേക്ക് സ്വാഗതം. നമസ്തേ, ഞാൻ പ്രദീപ് പിള്ള, ഒപ്പം രജനി. എല്ലാ ദിവസത്തെ പോലെ തന്നെയാണ് പുത്തൻപുലരിയിൽ ഒരുപാട് വാർത്തകളുമായിട്ടാണ് നമ്മൾ രണ്ടുപേരും എത്തിയിരിക്കുന്നത്. ഇന്നൊരു ബിഗ് ബ്രേക്കിംഗ് വാർത്ത കൂടെ വരുന്നുണ്ട്. അതെ, ആദ്യം നമുക്ക് പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ഭാരതത്തെ ഉറ്റുനോക്കി ലോകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ റഷ്യയും യുക്രൈനും സൈനിക നടപടികൾ നിർത്തിവച്ചത് പ്രതീക്ഷ നൽകുന്നതെന്ന് നിരീക്ഷകർ. രണ്ടാം സമാധാന ഉച്ചകോടി ഭാരതത്തിൽ നടത്തണമെന്ന ആവശ്യവുമായി സെലൻസ്കി. ചരിത്ര സന്ദർശനത്തിനു ശേഷം പ്രധാനമന്ത്രി ഡൽഹിയിൽ തിരിച്ചെത്തും. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് വിലക്കുമായി CPM. ശോഭായാത്രയ്ക്ക് ക്ഷേത്രഭൂമി വിട്ടു നൽകാതെ കോഴിക്കോട് ചേലൂർ ശ്രീ സുബ്രഹ്മണ്യ മഹാക്ഷേത്ര ഭരണസമിതി. പ്രതിഷേധം ശക്തമാക്കി ഭക്തജനങ്ങൾ. ജനം ബിഗ് ബ്രേക്കിംഗ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കടും വെട്ടിൽ പ്രതിരോധത്തിലായി ഇടതു സർക്കാർ. ഉന്നതരെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നെന്ന് പ്രതിപക്ഷം. അമ്മയ്ക്ക് പിന്നാലെ പ്രതികരണത്തിന് ഫെഫ്കയും. നടി ശ്രീലേഖ മിത്രയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തം. മലയാളിക്ക് അപമാനമായ അങ്കമാലിയിൽ വിദേശ വനിതയെ കബളിപ്പിച്ച് തട്ടിയെടുത്തത് കോടികൾ. പാർവതി റഷ്ണറുടെ മകളുടെ ചികിത്സയുടെ പേരിലാണ് അജിത് ബാബുവിന്റെ തട്ടിപ്പ്. മകളെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്നും പരാതി. ജനം ബ്രേക്കിംഗ്. കഴക്കൂട്ടത്തു നിന്ന് കാണാതായ 13-കാരിയെ നാളെ തിരുവനന്തപുരത്ത് എത്തിക്കും. വിശാഖപട്ടണത്തെ CWCയിൽ കേരള പോലീസ് കുട്ടിയെ കണ്ടു. നാളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കുട്ടിയുടെ സംരക്ഷണത്തിൽ തീരുമാനം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മൂലവിഗ്രഹം സാളഗ്രാമമാണെന്ന വിവരാവകാശ മറുപടി തിരുത്തി ഗുരുവായൂർ ദേവസ്വം ബോർഡ്. മൂലവിഗ്രഹം സൃഷ്ടിച്ചത് പാതാള അഞ്ജനശില കൊണ്ടാണെന്ന് ബോർഡ്. ജനം TV വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. ജനം ഇമ്പാക്ട്. ജർമ്മനിയിലെ സോലിംഗൻ നഗരത്തിൽ ആഘോഷത്തിനിടെ കത്തിക്കുത്ത്. 3 പേർ കൊല്ലപ്പെട്ടു, 4 പേർക്ക് പരിക്ക്. രക്ഷപ്പെട്ട അക്രമിക്കായി തിരച്ചിൽ. ഭീകരാക്രമണമെന്ന് സംശയം. അപ്പോൾ രജനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒട്ടേറെ പ്രധാന വാർത്തകളുമായാണ് പുത്തൻപുലരി ഇന്ന് എത്തുന്നത്. ആദ്യം തന്നെ യുക്രൈൻ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിലേക്ക് തിരിച്ചിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളുണ്ടാവും. ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് ക്ഷേത്രഭൂമിയിൽ പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന വാർത്തയുണ്ട്. താരസംഘടനയായ അമ്മയിലെ അംഗങ്ങളുടെ വാദപ്രതിവാദങ്ങളും കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുന്നു. കഴക്കൂട്ട് നിന്ന് കാണാതായ അസം സ്വദേശിയായ 13-കാരിയുമായി പോലീസ് സംഘം ഇന്ന് പുറപ്പെട്ടേക്കും. ഇങ്ങനെ ഒട്ടനവധി വാർത്തകൾ. ഇതിൽ തന്നെ ആദ്യം തന്നെ നമ്മൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ വാർത്തയിലേക്ക് പോവുകയാണ്. ഗൗതം ചേരുന്നുണ്ടാവും. 7:30 ഈ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് അനുമതി നിഷേധിച്ച നടപടി വാർത്തയുടെ ബ്രേക്കിങ്ങും വിശദാംശങ്ങളും ചർച്ചയും ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ വാർത്തയിലേക്ക് പോകാം. ചരിത്രം രചിച്ച യുക്രൈൻ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിലേക്ക് തിരിച്ചു. യുക്രൈനിൽ റഷ്യ സമാധാന ധാരണകൾക്ക് തുടക്കം കുറിക്കുന്ന ചർച്ചകൾ ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നടന്നു. സമാധാനം പ്രതീക്ഷിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന നിലയിലാണ് ഭാരതത്തിന്റെ ഇടപെടലെന്നും നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന വേളയിൽ റഷ്യയും യുക്രൈനും സൈനിക നടപടികൾ നിർത്തിവച്ചത് പ്രതീക്ഷ നൽകുന്നതായി അന്താരാഷ്ട്ര നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യ ഉപരോധങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കും പ്രതീക്ഷ നൽകുന്നുണ്ട്. ഈ വാർത്തയിലേക്കാണ് നമ്മൾ കൂടുതൽ പോകുന്നത്. ലോകം തന്നെ ഉറ്റുനോക്കുന്നതും ഇപ്പോൾ ഭാരതത്തിലേക്കാണ്. ഗൗതം അനന്തനാരായണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ഒപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസും ചേരും. ആദ്യം ഗൗതമിലേക്ക്. ഗൗതം, നമസ്തേ. വളരെ അധികം അഭിമാനവും പ്രതീക്ഷയും ഒക്കെ നൽകുന്ന ഒരു സന്ദർശനമാണ് പ്രധാനമന്ത്രി മോദി ഇപ്പോൾ ഇന്ന് പൂർത്തിയാക്കി മടങ്ങി എത്തുന്നത്. പോളണ്ടിലും യുക്രൈനിലും നടത്തിയ സന്ദർശനത്തിനൊടുവിൽ ഭാരതത്തോട് സമാധാന പാലനത്തിൻ്റെ വക്താക്കളാവാൻ അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകാൻ അതോടൊപ്പം തന്നെ അത് ഭാരതത്തിൽ വെച്ച് നടത്തണം എന്നൊരാവശ്യം കൂടെയാണ് സെലൻസ്കി ഉന്നയിക്കുന്നത്. ഗൗതം, എന്തൊക്കെയാണ് സന്ദർശനത്തിന്റെ ഇതുവരെയുള്ള വിശദാംശങ്ങൾ, അത് നൽകുന്ന പ്രതീക്ഷകൾ?
പ്രദീപിള്ള, രജനി, ഇരുവർക്കും നമസ്തേ. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ചരിത്രപരമായ രാഷ്ട്ര സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി തിരിച്ച് ഡൽഹിയിലേക്ക് എത്താൻ പോവുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു യുക്രൈൻ സന്ദർശനത്തെ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്നത്. കാരണം 2022 ആരംഭിച്ചിട്ടുള്ളൊരു മഹായുദ്ധമാണ് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ. അത് നടന്നുകൊണ്ടിരിക്കുന്നത് റഷ്യയും യുക്രൈനും തമ്മിലാണെങ്കിൽ നമുക്കറിയാം അതിൽ മറ്റു പല ലോകശക്തികളും ഇൻവോൾവ് ആണ്. പലരും ഇടപെടുകയും ആ യുദ്ധത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ മറ്റു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അങ്ങനെ വളരെ ആശങ്കയോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധമാണ് യുക്രൈനും റഷ്യയും തമ്മിലുള്ളത്. 2022 തുടങ്ങിയ യുദ്ധം ഏതാണ്ട് 2.25 വർഷം പിന്നിടുന്ന ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഈ രണ്ട് രാജ്യങ്ങളും സന്ദർശിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം കഴിഞ്ഞ മാസം ആദ്യം അദ്ദേഹം റഷ്യയിലെത്തി വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അങ്ങേയറ്റം ദുഃഖമുണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ മരിച്ചു വീഴുന്ന നിരപരാധികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഈ മഹായുദ്ധം അവസാനിപ്പിക്കണം എന്ന ആഹ്വാനം അദ്ദേഹം മോസ്കോയിൽ തന്നെ നടത്തുകയുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ ചരിത്രപരമായ അദ്ദേഹത്തിൻ്റെ യാത്ര. അത് പോളണ്ടിലെത്തുന്നു. അവിടെ നിന്ന് പിന്നീട് ട്രെയിൻ മാർഗം അദ്ദേഹം കിവിലെത്തി വ്ളാഡിമിർ സെലൻസ്കിയുമായി യുക്രൈൻ്റെ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ കൂടിക്കാഴ്ചയിലും അദ്ദേഹം യുദ്ധം അവസാനിപ്പിക്കണമെന്നതാണ് ഭാരതത്തിൻ്റെ നിലപാട് എന്ന ആഹ്വാനം യുക്രൈൻ്റെ തലസ്ഥാന നഗരിയിൽ നിന്നുകൊണ്ടും അദ്ദേഹം നടത്തുന്നുണ്ട്. മാത്രമല്ല യുക്രൈൻ എന്ന ചെറു രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തെ പൂർണ്ണമായി തന്നെ ഭാരതം ബഹുമാനിക്കുന്നുവെന്നും സമാധാനത്തിന് വേണ്ട എന്ത് സഹായവും തങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകും, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് സമാധാനത്തിന് വേണ്ടിയുള്ള ഏത് പ്രവർത്തനങ്ങൾക്കും മുന്നിട്ടിറങ്ങും എന്ന ആഹ്വാനം കൂടി അദ്ദേഹം ഈ കൂടിക്കാഴ്ചയിൽ നടത്തുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ലോകരാജ്യങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനത്തെ, യുക്രൈൻ സന്ദർശനത്തെ നോക്കിക്കാണുകയാണ്. കാരണം ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന ആഗ്രഹം മുഴുവൻ ലോകരാജ്യങ്ങൾക്കുമുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങൾക്ക് പോലും ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്നൊരു വികാരത്തിലൂടെ കടന്നു പോകുന്ന ഘട്ടത്തിലാണ് ഒരു സമാധാനത്തിൻ്റെ ദൂതൻ എന്ന നിലയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടേക്ക് എത്തുന്നത്. മാത്രമല്ല അദ്ദേഹം ഈ രണ്ട് രാജ്യങ്ങളുടെയും തലവന്മാരെ കണ്ടു എന്നുള്ളതാണ്. അങ്ങനെ ചുരുക്കം രാജ്യങ്ങളുടെ തലവന്മാർ മാത്രമാണ് ഈ രണ്ട് രാഷ്ട്രങ്ങളുടെയും തലവന്മാരെ കണ്ടുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കണം എന്ന ഒരു ആഹ്വാനം നടത്തുന്നത്. ഏതായാലും അത്തരം വലിയൊരു നീക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അതിനാൽ തന്നെ സമാധാന ഉച്ചകോടി അത് നമ്മുടെ രാജ്യത്ത് തന്നെ നടത്തണം എന്ന ആവശ്യമാണ് ഇപ്പോൾ യുക്രൈൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ റഷ്യ സന്ദർശിക്കുന്ന വേളയിൽ കഴിഞ്ഞ മാസം ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലെത്തി വ്ളാഡിമിർ പുടിനെ കാണുമ്പോൾ അന്ന് സെലൻസ്കി ചില വിമർശനങ്ങൾ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ ഉയർത്തിയിരുന്നു. കാരണം ഇത്ര വലിയ യുദ്ധം നടത്തുന്ന അല്ലെങ്കിൽ ഇത്രയധികം ആളുകളെ കൊന്നുതള്ളുന്ന വ്ളാഡിമിർ പുടിനെയാണ് പ്രധാനമന്ത്രി കണ്ടത് എന്നൊക്കെയുള്ളൊരു വിമർശനമാണ് സെലൻസ്കിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അത്തരം വിമർശിച്ച ആളുകളെ പോലും കൃത്യമായി തന്നെ അവരുടെ മനസ്സ് മാറ്റുവാനും ഭാരതത്തിന്റെ യഥാർത്ഥ സന്ദർശന ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി മറ്റു രാജ്യത്തെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ ഒരിടത്ത് പോയി യുദ്ധം കൂടുതൽ ശക്തമാക്കണം എന്ന ആഹ്വാനം ചെയ്യുകയല്ല, മറിച്ച് യുക്രൈന് വേണ്ടിയാണ് റഷ്യയിലേക്ക് പോയത് എന്ന സന്ദേശമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ യുക്രൈനിൽ എത്തി നൽകുന്നത്. അല്ലെങ്കിൽ റഷ്യക്ക് ഇപ്പോൾ നൽകുന്ന സന്ദേശം റഷ്യക്ക് വേണ്ടിയാണ് യുക്രൈനിലേക്ക് പോയത്. അതായത് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം, യുദ്ധത്തിന്റെ ഇരകൾ സാധാരണക്കാരാണ് എന്ന കൃത്യമായ സന്ദേശം പ്രധാനമന്ത്രി നൽകുന്നു. എന്തായാലും ലോകരാജ്യങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു യുക്രൈൻ സന്ദർശനത്തെ നോക്കിക്കാണുന്നത്. അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ ഈ യുദ്ധം അവസാനിക്കും എന്ന് വിശ്വസിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണമാണ് കൂടുതൽ. അതിനാൽ തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തിന്റെ ഈ യാത്രയെ നോക്കിക്കാണുകയാണ്. പ്രദീപിള്ള. ഗൗതമിലേക്ക് ഇപ്പോൾ തിരികെ എത്താം. അതിന് മുൻപായിട്ട് നമുക്ക് കൂടുതൽ വിശകലനങ്ങൾ ആവശ്യമുണ്ട് ഗൗതമിലേക്ക്. പക്ഷേ ഗൗതം പറഞ്ഞതിന്റെ തുടർച്ചയായി തന്നെ ഇത് നൽകുന്നൊരു സന്ദേശം, അതായത് ഈ മോദിജിയുടെ റഷ്യ സന്ദർശനത്തെ വിമർശിച്ചവർ ഒട്ടേറെയുണ്ട്, സെലൻസ്കി അടക്കം. അതിനോടൊപ്പം തന്നെ നമ്മുടെ വിദേശമന്ത്രി ജയശങ്കർ നേരിട്ട് ഒരു ചോദ്യമുണ്ട്, അതിന് മനോഹരമായ മറുപടി നൽകിയിട്ടുണ്ട്. ആ വാർത്തയിലേക്ക് പിന്നെ വരാം. എന്തിനാണ് രാഷ്ട്രീയം കൂടെ കലർത്തുന്ന ആളുകളും ഉണ്ടായിരുന്നു ഇതിനിടയിൽ ഇവിടെ. അതെ, അതുപോലെ തന്നെ സെലൻസ്കി അവിടെ ഇരുന്ന് പറയുമ്പോൾ ഭാരതത്തിൽ ഇരുന്നിട്ട് ഭാരതം എന്തുകൊണ്ട് ഈ യുദ്ധത്തിൽ ഇടപെടുന്നില്ല, എന്തുകൊണ്ട് യുദ്ധം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നില്ല എന്നുള്ള മട്ടിൽ ഇവിടെ നിന്നല്ല, എൻറ്റയർ വെസ്റ്റ്, പടിഞ്ഞാറൻ ലോകം മുഴുവൻ, US നിന്നും യൂറോപ്പിൽ നിന്നടക്കമുള്ളവർ പറഞ്ഞു ഭാരതം ഇടപെടണം എന്നാവശ്യപ്പെട്ടു. ഭാരതം എടുത്തുചാടി ഇടപെട്ടൊരു പ്രസ്താവന നടത്തുന്ന രാഷ്ട്രമല്ല എന്ന് ഇപ്പോൾ ലോകത്തിനും മനസ്സിലായി, ഭാരതത്തിൽ വിമർശകർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഈ സെലൻസ്കിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സമാധാന ഉച്ചകോടി ഭാരതത്തിൽ നടത്തണം എന്നുള്ളത്. അതുപോലെ തന്നെ അപ്പോൾ ഇരു രാഷ്ട്രങ്ങളും ചേർന്ന് ഭാരതത്തെ മധ്യസ്ഥരായി കാണുന്നു എന്നുള്ളതാണ് ഇതിന്റെ
സന്ദേശം. മാത്രമല്ല യൂറോപ്പിലെ വലിയ രാജ്യങ്ങൾക്കപ്പുറത്തേക്ക് ഭാരതം കടന്നു എന്നുള്ളൊരു സന്ദേശം കൂടെയാണ് ഈ ഒരു കൂടിക്കാഴ്ചയിലും ഈ സന്ദർശനത്തിലും വ്യക്തമാക്കുന്നത്. ഇതിനു മുൻപ് പോളണ്ട് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതാണിപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം പറയുന്ന ഒരേ ഒരു കാര്യം, ഭാരതം വളർന്നുകൊണ്ടേയിരിക്കുന്നു, സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഏക ജനാധിപത്യ രാജ്യമായിട്ട് ഭാരതം മാറിക്കൊണ്ടേയിരിക്കുന്നു. ഗൗതം, അപ്പോൾ ഇത് നൽകുന്ന സന്ദേശം അതുതന്നെയല്ലേ? ലോകത്തിന്റെ നായക സ്ഥാനത്തേക്ക്, ലോകം മുഴുവൻ അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക്. പ്രതിപിള്ള അതുതന്നെയാണ്. അതായത് ലോകത്തിന്റെ നായക സ്ഥാനത്തേക്ക്, അതല്ലെങ്കിൽ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായി നമ്മുടെ രാജ്യം മാറുന്നു എന്നതിൻ്റെ പ്രത്യക്ഷമായ പല ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ ഓരോ വിദേശ സന്ദർശനങ്ങൾ, അത് ചെറു രാഷ്ട്രങ്ങളാണെങ്കിലും ലോക ശക്തികളായി നിൽക്കുന്ന, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയൊക്കെ ആയിട്ടുള്ള റഷ്യ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ഇത്തരം രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ രാജ്യത്തലവന്മാരും അവിടുത്തെ ജനതയും എങ്ങനെയാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഇപ്പോൾ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ മുൻപ് നമ്മുടെ പ്രധാനമന്ത്രിമാർ ചെന്നപ്പോൾ ആ സ്വീകാര്യത അവിടെ ഉണ്ടായിരുന്നു, അവരുടെ വാക്കുകൾക്ക് അത്രത്തോളം വില ആ നാട്ടിലെ ജനങ്ങൾ കൽപ്പിച്ചിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ മാത്രം നിരീക്ഷിച്ചാൽ മതി ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനം എവിടെയാണ്, ഇപ്പോഴത്തെ പ്രധാനമന്ത്രിക്ക് എത്രത്തോളം വലിയ അംഗീകാരം ആഗോളതലത്തിൽ വിവിധ രാജ്യങ്ങളിൽ ലഭിക്കുന്നു. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും വലിയ രാജ്യങ്ങൾ എന്ന മട്ടിൽ മാത്രമല്ല, വളരെ ചെറു രാഷ്ട്രങ്ങൾ പോലും അവരുടെ ഏറ്റവും പരമോന്നതമായ ബഹുമതി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് നൽകുന്നു. ഒപ്പം റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ ഏറ്റവും പരമോന്നതമായ ബഹുമതി നൽകി പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നു. ഇത് സ്വാഭാവികമായും ഭാരതത്തിൻ്റെ പ്രൗഢമായ ആ ഭൂതകാലത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഏറ്റവും പ്രാചീനമായ ഈ രാഷ്ട്രം ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചിരുന്ന, ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ ഭാരതത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നൊരു ഭൂതകാലം നമുക്കുണ്ട്. അതിലേക്ക് കൃത്യമായി തന്നെ നമ്മുടെ രാഷ്ട്രം വീണ്ടും മെല്ലെ മെല്ലെ നടന്നു നീങ്ങുന്നു എന്നതിൻ്റെ കൃത്യമായ സന്ദേശമാണ് ഇന്ന് ആഗോളതലത്തിൽ നമുക്ക് ലഭ്യമാകുന്ന സ്വീകാര്യത. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിട്ട് മാത്രമാണ് നമ്മൾ ഈ യുക്രൈനിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ നോക്കിക്കാണേണ്ടത്. കാരണം ലോകത്ത് വിവിധ ശക്തികൾ ശ്രമിച്ചിട്ടും, പ്രത്യേകിച്ച് UN ഉൾപ്പെടെയുള്ള പല ഏജൻസികൾ ശ്രമിച്ചിട്ട് പോലും നിർത്തിവെക്കാത്ത യുദ്ധം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി വരുന്ന ഘട്ടത്തിൽ ഇരു രാജ്യങ്ങളും അവസാനിപ്പിക്കുന്നു. താൽക്കാലികമായെങ്കിലും അവിടെ ഒരു വെടിനിർത്തൽ ഉണ്ടാകുന്നു. മാത്രമല്ല, ഇതിനു മുൻപും നമ്മൾ ഇത്തരമൊരു സംഭവം കണ്ടത് 2022 ഓപ്പറേഷൻ ഗംഗ നടത്തുന്ന ഘട്ടത്തിൽ, അതായത് യുക്രൈനിലും അതോടൊപ്പം തന്നെ പോളണ്ട് ഉൾപ്പെടെയുള്ള ഈ യുക്രൈനോട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളിൽ പെട്ടുപോയ, ഈ യുദ്ധത്തിനിടയിൽ പെട്ടുപോയ ധാരാളം ഇന്ത്യൻ വിദ്യാർത്ഥികളെ നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, മലയാളികൾ ഉൾപ്പെടെയുള്ള ഭാരതീയരെ തിരിച്ചു കൊണ്ടുവരുവാൻ പ്രത്യേക ഓപ്പറേഷൻ നമ്മൾ നടത്തുന്ന ഘട്ടത്തിൽ ഈ രണ്ടു രാജ്യങ്ങളും ആ മേഖലകളിൽ വെടിനിർത്തൽ ഒഴിവാക്കിക്കൊണ്ട് ഈ ഓപ്പറേഷൻ ഗംഗയുടെ വിജയത്തിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും യുക്രൈൻ്റെയും റഷ്യയുടെയും ഭാഗത്ത് നിന്നും വലിയ തോതിലുള്ള പിന്തുണ ഉണ്ടായി എന്നുള്ളതാണ്. അന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ ഇത് ശ്രദ്ധിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. നമ്മുടെ പല അയൽ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ശത്രുരാഷ്ട്രമായും പൊതുവെ വിലയിരുത്തപ്പെടുന്ന പാകിസ്ഥാനിലെ ജനങ്ങൾ അന്ന് പാകിസ്ഥാനിലെ ഭരണകൂടത്തോട് പറഞ്ഞു, കാണൂ, ഇതാണ് ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ ശക്തി, അവരുടെ വിദ്യാർത്ഥികളെ, കുട്ടികളെ തിരികെ കൊണ്ടുവരുവാൻ വേണ്ടി ഭാരതം എടുക്കുന്ന ഇനിഷ്യേറ്റീവ്, അതിനോട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് പാകിസ്ഥാനിലേക്ക് ഭരണാധികാരികൾ കണ്ടുപിടിക്കണം എന്ന വിമർശനം നമ്മുടെ പല അയൽ രാജ്യങ്ങളിലും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ഭാഗത്ത് നിന്നും അവിടുത്തെ ഭരണാധികാരികൾക്കെതിരെ ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം നമ്മൾ കാണേണ്ടത്, കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ പല സംഘർഷം ഈ യുദ്ധമേഖലയിൽ യുക്രൈൻ്റെയും റഷ്യയുടെയും ഇടയിൽ ഉണ്ടായെങ്കിലും ഭാരതത്തിൻ്റെ പ്രധാന സേവകൻ എത്തുന്ന ആ ഘട്ടത്തിൽ ഇരു രാജ്യങ്ങളും അവിടെ വെടിനിർത്തൽ രൂപപ്പെടുത്തി എന്നുള്ളതാണ്. അതുമാത്രമല്ല, പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്, പല രാജ്യത്തലവന്മാരും ഈ യുക്രൈൻ സന്ദർശിക്കുന്ന വേളയിൽ അവർ പറയാതെയാണ് അവിടെ പോയിരിക്കുന്നത്. കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഘോരമായ യുദ്ധം നടക്കുകയാണ്. അതിനാൽ അവിടേക്കൊരു മിന്നൽ യാത്ര നടത്തിയതിന് ശേഷം അവിടെ എത്തി സന്ദർശനമെല്ലാം പൂർത്തിയാക്കി അവർ സുരക്ഷിതമായി അവരുടെ രാജ്യത്ത് എത്തിക്കഴിഞ്ഞാണ് ഇത്തരം ഒരു സന്ദർശനം നടന്നു, അല്ലെങ്കിൽ ഇത്തരം ഒരു നയതന്ത്രമായ ചർച്ച അവിടെ നടന്നു എന്നെ സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി യുക്രൈനിലേക്ക് പോകുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം പറഞ്ഞിരുന്നു. യുദ്ധമേഖലയിലേക്ക് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി എത്തുകയാണ്, അതും ട്രെയിൻ മാർഗം അദ്ദേഹം എത്തുന്നു. അവിടെ എത്തി വ്ളാഡിമിർ സെലൻസ്കി ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലോകരാഷ്ട്രത്തിന് മുന്നിൽ ഇതാ ഞങ്ങളുടെ പ്രധാന സേവകൻ എത്തുകയാണ് സമാധാനത്തിൻ്റെ സന്ദേശവുമായി എന്ന കൃത്യമായ സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ യുദ്ധഭൂമിയിലേക്ക് എത്തി, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കുന്ന ഒരു രാജ്യത്തേക്ക് എത്തി അവിടെ സമാധാനം വേണം എന്ന ആഹ്വാനം ആ രാഷ്ട്രത്തെ ധരിപ്പിക്കുന്നത്. അത് അവിടെ മാത്രമല്ല എന്നതാണ് വളരെ ശ്രദ്ധേയം. ഈ യുദ്ധത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള റഷ്യയിലും അദ്ദേഹം എത്തുകയും റഷ്യൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ വളരെ വൈകാരികമായി തന്നെ യുദ്ധം ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ എന്താണ്, അല്ലെങ്കിൽ നിരപരാധികളും യുദ്ധവും തമ്മിൽ എങ്ങനെയാണ് കണക്റ്റഡ് ആവുന്നത്, കൊച്ചു കുട്ടികൾ കൊല്ലപ്പെടുന്നു, ഇത് അങ്ങേയറ്റം വേദനയുണ്ടാക്കുന്ന കാഴ്ചകളാണ്. അതിനാൽ ഇത് നിർത്തൂ, ഇനിയും ഇത് മുന്നോട്ട്
കൊണ്ടുപോകരുത് എന്ന ശക്തമായ സമാധാനത്തിന്റെ സന്ദേശം അദ്ദേഹം മോസ്കോയിലും നടത്തുന്നുണ്ട്. അതിനാൽ സ്വാഭാവികമായും ലോകരാഷ്ട്രങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഭാരതത്തിന്റെ ഈ ഒരു ഇനിഷ്യേറ്റീവിനെ നോക്കിക്കാണുന്നത്. സമാധാനം പുലരുവാൻ ഭാരതത്തിന്റെ സാന്നിധ്യം അനിവാര്യമാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതിന്റെ ഏറ്റവും അവസാന ഉദാഹരണം മാത്രമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ ഈ ഒരു യുക്രൈൻ സന്ദർശനത്തെ നോക്കിക്കാണാൻ. ിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ നാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, എത്ര മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തു എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനിൽ എത്തിയ വേളയിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അപ്രഖ്യാപിതമാണെങ്കിൽ പോലും വെടിനിർത്തൽ അവിടെ നടന്നു. പല വിദേശ രാഷ്ട്രത്തലവന്മാരും ശ്രമിച്ചിട്ട് നടക്കാത്തൊരു സംഗതി, പ്രത്യേകിച്ചൊരു ആവശ്യവും ഉന്നയിക്കാതെ, പ്രത്യേകിച്ചൊരു പ്രഖ്യാപനം നടത്താതെ, പ്രത്യേകിച്ച് നിർത്തണം എന്നൊരു ആവശ്യം പോലും വരാതെ നിർത്തിവെക്കുന്നു. യുക്രൈനിൽ ആ 24 മണിക്കൂറിൽ വ്യോമാക്രമണം മുന്നറിയിപ്പോടുകൂടി ഒരു സൈറണും മുഴങ്ങിയില്ല. അതുപോലെ ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ പല രാഷ്ട്രത്തലവന്മാരും സന്ദർശിച്ചു. ഇരുട്ടിന്റെ മറവിൽ വന്ന് തിരികെ എത്തിയ ശേഷം ഞാൻ സന്ദർശിച്ചു എന്ന് പറഞ്ഞിട്ട് അവരുടെ നാട്ടിലെത്തിയതിനു ശേഷം അതെ. അപ്പോൾ ഇത് നൽകുന്ന ഒരു സന്ദേശം വളരെ വലുതല്ലേ ഐസൻ? തീർച്ചയായും പ്രദീപ്, ഈ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര സഹവർത്തിത്വത്തിൻ്റെ ഒരു ധാരണയുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നീക്കത്തിൻ്റെ ഒരു സന്ദേശം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, റഷ്യയുമായുള്ള ഭാരതത്തിൻ്റെ ബന്ധം വളരെ വലുതാണ്, ശക്തവുമാണ്. കാരണം ഈ യുക്രൈൻ യുദ്ധവേളയിൽ റഷ്യ നേരിട്ട ഉപരോധങ്ങളുടെ പശ്ചാത്തലത്തിൽ റഷ്യയ്ക്ക് ഒരു സാമ്പത്തിക പിന്തുണയായി മാറിയേക്കാവുന്ന അല്ലെങ്കിൽ മാറിയ ഒരു ഓയിൽ പർച്ചേസ് പോലും അവിടെ നിന്ന് തൻ്റെ ഇടത്തോടെ നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാരിനെ സാധിച്ചു എന്നത് തന്നെയാണ് റഷ്യയെ ഏറ്റവും സ്വാധീനിക്കുന്ന ഘടകം, അല്ലെങ്കിൽ റഷ്യ ഏറ്റവും അധികം ഭാരതത്തെ പിന്തുണയ്ക്കുന്നതിന് പ്രേരക ഘടകമായ വിഷയം. ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതാണ്, യുക്രൈനിൽ ഈ യുദ്ധം ആരംഭിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഓയിൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് അവരുടെ എണ്ണ വിറ്റ് ആ രാജ്യത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥ നിലനിർത്തുന്നതിന് സാധിക്കാത്തൊരവസ്ഥയിൽ ഭാരതം കൈകോർത്ത് പിടിച്ചു റഷ്യയുമായി എന്നത് തന്നെയാണ് ശക്തമായ ഒരു സ്വാധീനമായി നിൽക്കുന്ന ഘടകം. ആ ഘടകം തന്നെയാണ് ഇന്ന് ഈ യുക്രൈൻ യുദ്ധത്തിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് നയിച്ചേക്കാവുന്ന ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. രണ്ട് രാജ്യങ്ങളും, അതായത് യുക്രൈൻ ആയാലും അതുപോലെ തന്നെ റഷ്യയായാലും ഭാരതവുമായി മികച്ച സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങളായതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു നീക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായും നേരത്തെ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള വെടിനിർത്തൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ഒരു താൽക്കാലികമായ ഒരു സംഘർഷാവസ്ഥയിൽ നിന്നും മാറി നിൽക്കാനുള്ളൊരു നീക്കം ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും മിലിറ്ററി ലെവലിൽ ഉണ്ടായിരിക്കുന്നത് സിവിലിയൻ ലെവലിൽ ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ടാണ് പുറത്തതൊരു ചർച്ചയാകാതെ വന്നത്. പക്ഷേ മിലിറ്ററി ലെവലിൽ ഉണ്ടായി എന്ന് തന്നെയാണ് അവിടുത്തെ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോളണ്ട് സന്ദർശന വേളയിലോ അതുപോലെ തന്നെ യുക്രൈനിലെത്തിയ വേളയിലോ ഒരു സൈറൺ പോലും മുഴങ്ങിയില്ല. നേരത്തെ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ ഒരു സൈറൺ പോലും, ഒരു അലാം സൈറൺ, റോക്കറ്റ് സൈറൺ പോലും അവിടെ മുഴങ്ങിയില്ല എന്നതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഘടകം. അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്ന ചില സന്ദേശങ്ങളുണ്ട്. അവിടെ നിന്ന് ആ ഒരു പോയിന്റിൽ നിൽക്കുമ്പോഴാണ് പല കാര്യങ്ങളും പ്രധാനമന്ത്രിയുടെ നയതന്ത്രപരമായ ഇടപെടലിൻ്റെ പ്രത്യേകതകളെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും വ്ളാഡിമിർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞത്, ബുദ്ധൻ്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. 140 കോടി ജനങ്ങൾ, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന 140 കോടി ജനങ്ങൾ ബുദ്ധൻ്റെ സംസ്കാരമാണ് പിന്തുടരുന്നത്, അഹിംസയുടെ സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. ഇനി സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സഹവർത്തിത്വത്തിൻ്റെയും നമ്മളുടെ ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന G20 സമ്മേളനത്തിലെല്ലാം തന്നെ മുന്നോട്ട് വെച്ച വസുദൈവ കുടുംബകം എന്ന ആശയത്തിലേക്ക് ലോകം സഞ്ചരിക്കണമെന്ന നിലപാട് തന്നെയാണ് വളരെ കൃത്യമായി പ്രധാനമന്ത്രി ചർച്ചാവേളകളിലെല്ലാം തന്നെ ഉന്നയിച്ചത്. മാത്രമല്ല ദുരിതം അനുഭവിക്കുന്നവരോടുള്ള ആ ഒരു സഹവർത്തിത്വത്തിന് അല്ലെങ്കിൽ ഒരു സഹാനുഭൂതിയും അദ്ദേഹം വളരെ കൃത്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാന വിഷയം നമ്മൾ എടുത്തു പറയേണ്ടത്, നമുക്ക് ഈ ദൃശ്യങ്ങളെല്ലാം കാണാൻ സാധിച്ചിരുന്നു. പ്രധാനമന്ത്രിയും സെലൻസ്കിയും ചേർന്ന് ഹസ്തദാനം ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ബോക്സുകളെല്ലാം തന്നെ ഭാരതത്തിൻ്റെ ഭീഷ്മ എന്ന് പറയുന്ന താൽക്കാലിക ആശുപത്രി സംവിധാനങ്ങളാണ്. മിലിറ്ററി സംവിധാനങ്ങൾ, നമ്മൾ ഭേരിപ്പാലം എന്നൊക്കെ പറയുന്നത് പോലെ അടിയന്തര സാഹചര്യങ്ങളിൽ സ്ഥാപിക്കാവുന്ന ആശുപത്രികളുടെ അല്ലെങ്കിൽ മെഡിക്കൽ കെയർ സംവിധാനങ്ങളുടെ ഒരു സംവിധാനമാണ് ഈ ഭീഷ്മ എന്ന് പറയുന്ന ഭാരത് ഹെൽത്ത് ഇനിഷ്യേറ്റീവ് ഫോർ ഹിത സഹയോഗ് ആൻഡ് മൈത്രി എന്നാണ് അതിൻ്റെ പൂർണ്ണമായ ഫുൾ ഫോം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു സമ്മാനം കൂടി പ്രധാനമന്ത്രി യുക്രൈന് നൽകിയിരിക്കുന്നു. അതായത് ആശ്വാസമാകാൻ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ രക്തച്ചൊരിച്ചിലിൽ ആശ്വാസമാകാൻ, സ്നേഹത്തിൻ്റെ സന്ദേശമാകാനും കൂടി ഈ സമ്മാനം നൽകുന്നതിലൂടെ പ്രധാനമന്ത്രിക്ക് സാധിച്ചു എന്നതാണ്. അതായത് ഓരോ ഇടപെടലുകളിലും, അതായത് അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നു, അതുപോലെ തന്നെ ആ ഒരു സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, വ്യോമപാതയിലെ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രകോപനത്തിനുള്ള വഴി ഉണ്ടാക്കേണ്ടതില്ല, അല്ലെങ്കിൽ വ്യോമപാത താൽക്കാലികമായെങ്കിലും തുറക്കേണ്ടതില്ല എന്ന നിലപാട് പ്രധാനമന്ത്രി എടുക്കുന്നു. അതിൻ്റെ ഭാഗമായി ട്രെയിനിൽ ദീർഘദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. അതെല്ലാം ചെയ്ത് ഒരു ത്യാഗ
ത്യാഗോജ്വലമായ പ്രവർത്തനത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തെ ലഘൂകരിക്കാനും ആ ലഘൂകരിച്ചതിന് ശേഷം ഇരു രാജ്യങ്ങളെയും ഒരു സൗഹൃദത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാനുമുള്ള നീക്കമാണ് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തീർച്ചയായും ഭാരതത്തിനും ഇക്കാര്യത്തിൽ വലിയ നേട്ടങ്ങളുണ്ട്. കാരണം ഭാരതത്തിൻ്റെ നമുക്ക് ചരിത്രത്തിലേക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഭാരതത്തിൻ്റെ ഡിഫൻസിൽ, അതുപോലെ തന്നെ വ്യവസായവൽക്കരണത്തിൽ, കൃഷിയിലെല്ലാം തന്നെ റഷ്യ വലിയ പിന്തുണ നൽകിയിട്ടുണ്ട്. നമ്മുടെ ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായി നടന്ന അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളുടെ വിത്തുകളുടെ രൂപീകരണത്തിൽ വലിയൊരു സംഭാവന നൽകിയ രാജ്യമാണ് റഷ്യ. അതുപോലെ തന്നെ മിലിറ്ററി വിമാനങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുപോലെ ഭിലായ് സ്റ്റീൽ പ്ലാന്റ് എല്ലാം തന്നെ ഇത്തരത്തിൽ റഷ്യയുടെ പിന്തുണയോടെ വലിയ വ്യവസായങ്ങളും സൈനിക പിന്തുണയും കാർഷിക പിന്തുണയും നമുക്ക് ലഭിച്ച ഒരു രാജ്യമാണ്. സ്വാഭാവികമായും റഷ്യയുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഈ വലിയൊരു അറ്റാച്ച്മെൻറ്റ് തന്നെയാണ്. അതുമാത്രമല്ല, യുക്രൈനായിരുന്നു നേരത്തെ യുക്രൈൻ്റെ ഭാഗമായിരുന്നു. 91 മുൻപ് യുക്രൈൻ റഷ്യയുടെ ഭാഗമായിരുന്നു, USSRൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് യുക്രൈനായി മാറുകയായിരുന്നു. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും ഒരു കാലത്ത് ഭാരതവുമായി മികച്ച സൗഹൃദം നിലനിർത്തിയെങ്കിലും ആ സുഹൃത്തുക്കൾ തമ്മിൽ, അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളുടെ ഒരു ഐക്യ സംവിധാനം വിട്ടുപോയി എങ്കിൽ കൂടി ആ പഴയ ആത്മാവിലേക്ക്, ആ സൗഹൃദത്തിൻ്റെ ആത്മാവിലേക്ക് പ്രധാനമന്ത്രി സഞ്ചരിക്കുക തന്നെയാണ്. തീർച്ചയായും അതുകൊണ്ടുള്ള വലിയ നേട്ടങ്ങൾ ഇനിയും വരാനിരിക്കുന്നു. സിവിൽ ഏവിയേഷനിൽ ഉൾപ്പെടെ യുക്രൈനുമായുള്ള ധാരണയിൽ ഭാരതത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഇത് തന്നെയായാലും സമാധാന ചർച്ചകൾക്കപ്പുറം ആഗോള സൗഹൃദത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആഗോള കുടുംബം, അല്ലെങ്കിൽ വസുധൈവ കുടുംബകം എന്ന് പറയുന്ന വസ്തുതയിലേക്ക്, ആ യാഥാർത്ഥ്യവൽക്കരണത്തിലേക്ക് ഭാരതം പോകുന്നു. വിശ്വഗുരുവായി പ്രധാനമന്ത്രി അതിന് നേതൃത്വം നൽകുന്നു എന്നതിന് തെളിവ് തന്നെയാണ് ഇന്നലെ നടന്ന സംഭവം. പരം വൈഭവത്തിലേക്ക് ഭാരതം മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണ്. അപ്പോൾ മൈസിനോട് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. കാരണം ഇത് ഒരു മാസത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. റഷ്യയിലും ഉക്രൈനിലുമുള്ള ഒരു സന്ദർശനം എന്ന് പറയുന്നത് ജൂണിലായിരുന്നു റഷ്യയുടെ സന്ദർശനം, അതിനുശേഷം ഉക്രൈനിൽ. ഇപ്പോൾ സെലൻസ്കി പറഞ്ഞ ഒരു കാര്യമുണ്ട്, സമാധാന രാജ്യത്തിലേക്കൊരു സന്ദർശനം താൻ ആഗ്രഹിക്കുന്നു, അതായത് ഭാരതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, അത് ഉടനെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം. തീർച്ചയായും പീസ് സമ്മിറ്റിൻ്റെ കാര്യമാണ് രജനി ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് 93 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ആഗോള സമാധാന സംവിധാനമാണ് ഗ്ലോബൽ പീസ് സമ്മിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഗ്ലോബൽ പീസ് സമ്മിറ്റിൻ്റെ സ്വിറ്റ്സർലൻഡിലെ സമ്മേളനം ഈ ജൂലൈയിലാണ് നടന്നത്. അത്തരത്തിൽ ഇനിയുള്ള സമ്മേളനം ഭാരതത്തിൽ നടത്തണം എന്നൊരാവശ്യം കൂടി സെലൻസ്കി ഉന്നയിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഭാരതം ലോകത്തിൻ്റെ സമാധാനത്തിന് നേതൃത്വം നൽകുന്ന വലിയൊരു സന്ദേശം നൽകുന്ന ഒരു വലിയ ഇവൻറ്റിന് സാക്ഷ്യം വഹിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാവുന്നതാണ്, ഈ അടുത്ത ദിവസങ്ങളിലാണ് G20 രാജ്യങ്ങളുടെ സമ്മേളനം നടന്നത്. G20 രാജ്യങ്ങളുടെ സമ്മേളനം ഭാരതത്തിൽ നടന്നു, ഭാരതത്തിൻ്റെ അധ്യക്ഷതയിൽ നടന്നു. പിന്നീട് അത് അടുത്ത രാജ്യങ്ങളിലേക്ക് പോകുന്ന അതിൻ്റെ റൊട്ടീൻ പരിപാടികളായി അത് മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ G20 രാജ്യങ്ങളിൽ ആഫ്രിക്കൻ യൂണിയൻ ഉൾപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള വലിയ മുന്നേറ്റങ്ങൾ ഭാരതത്തിൽ നടന്ന സമ്മേളനത്തിൽ നടത്തി എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ 93 രാജ്യങ്ങൾ എന്ന കണക്കിൽ നിന്നും UN-ൻ്റെ രജിസ്ട്രിയിലെടുത്താൽ 193 രാജ്യങ്ങളാണ് പെർമനൻ്റ് അംഗങ്ങളായുള്ളത്. ആ 193 രാജ്യങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള ഒരു ഭാരതത്തിൻ്റെ നീക്കമായി തന്നെ ആ സമാധാന സമ്മേളനം മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അതുമാത്രമല്ല, എടുത്തു പറയേണ്ടത്, ഇത്തരത്തിലൊരു സമാധാന ശ്രമം ഭാരതം ലോകത്തിന് അഹിംസയുടെ സന്ദേശം മുന്നോട്ട് വെച്ച ബുദ്ധഭഗവാന്റെ നാട്ടിൽ ഇത്തരത്തിലൊരു സമാധാന സമ്മേളനം നടക്കുമ്പോൾ ആ സമാധാന സമ്മേളനം ലോകത്തിന് നൽകുന്ന സന്ദേശവും വലുതാണ്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഈ അടുത്ത കാലങ്ങളിലെല്ലാം തന്നെ ഈ ചർച്ചാ വിഷയമായത്, നയതന്ത്ര രംഗങ്ങളിലെല്ലാം തന്നെ വ്യാപകമായി ചർച്ചാ വിഷയമായൊരു വിഷയമാണ് UN-ൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നൊരു സൂചനയുണ്ട്. അത്തരത്തിൽ UN-ൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു, പല വിഷയങ്ങളിലും UN-ന് നേരിട്ട് ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ UN-ൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് G20 സമ്മേളനം നടന്നത്. അതേ സാഹചര്യത്തിലാണ് ഇപ്പോൾ സമാധാന സമ്മേളനത്തിലേക്ക് പോകുന്നത്. ഒരു പക്ഷേ ഈ ഭാരതം നേതൃത്വം നൽകുന്ന, ഗ്ലോബൽ സൗത്ത് നേതൃത്വം നൽകുന്ന ഒരു അന്താരാഷ്ട്ര സംവിധാനം, ഈ ലീഗ് ഓഫ് നേഷൻസ് പോലെ, അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് പോലെ ഒരു അന്താരാഷ്ട്ര സംവിധാനം ഉയർന്നു വരാനുള്ള സാധ്യതയും വരും വർഷങ്ങളിൽ തള്ളിക്കളയാനാവില്ല. തീർച്ചയായും യൂറോപ്യൻ യൂണിയനുമായുള്ള ഭാരതത്തിൻ്റെ സഹകരണത്തെയും ഈ നീക്കങ്ങൾ യുക്രൈനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഒരിക്കൽ കൂടി നമുക്ക് ഐസൻ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒട്ടനവധി പോയിന്റ്സ് ആണ് ഐസൻ പറഞ്ഞത്. ഒരിക്കൽ കൂടി ഗൗതമിലേക്ക് ഒന്നുകൂടി പോകണം. ഗൗതം, ഐസൻ പറഞ്ഞ ശ്രദ്ധേയമായ ഒരു കാര്യം, ചരിത്രം അറിയുന്നവർക്ക്, അതല്ലെങ്കിൽ പഴയ കാലത്ത് ചരിത്രം പഠിച്ചവർക്ക് അറിയാവുന്നത് USSR ആയിരുന്നു, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. അതിങ്ങനെ പലതായി വിഘടിച്ച് ഒടുവിൽ ഇപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം വന്നപ്പോൾ USSR ആയിരുന്നപ്പോൾ അവർ വലിയേട്ടനായിരുന്നു ഭാരതത്തെ സംബന്ധിച്ച്. എന്നും ഭാരതത്തിനെ സംരക്ഷിച്ചു നിന്നിരുന്ന USSRൻ്റെ ഇന്ന് ബാക്കിയുള്ള രൂപങ്ങൾ, റഷ്യയായാലും യുക്രൈനായാലും, ഇന്ന് സമാധാനത്തിനായി, മധ്യസ്ഥതയ്ക്കായി ഭാരതത്തെ ഉറ്റുനോക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ സന്ദേശം. ഒപ്പം സമാധാന ഉച്ചകോടിക്ക് ഭാരതം ആതിഥേയത്വം വഹിക്കണം എന്നുള്ള ആവശ്യവും വരുന്നു. ഗൗതം,
വളരെയധികം പ്രതീക്ഷകൾ. ഇവിടെ ഇരുന്ന് കുറ്റം മാത്രം പറയുന്നവർക്കല്ലേ, അവരുടെ തലയിലല്ലേ ഇത് വെളിച്ചം വീശി നൽകേണ്ടത്, വിതറേണ്ടത്? ഗൗതം. പ്രതിപിള്ള അത് തന്നെയാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനങ്ങളെ വലിയ തോതിൽ വിമർശിക്കുന്നത് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളാണ്. പ്രത്യേകിച്ച് കോൺഗ്രസും ഇടത് പാർട്ടികളും. എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും ആ നിലപാടില്ല. മറിച്ച് കോൺഗ്രസ്, അതോടൊപ്പം തന്നെ കേരളത്തിൽ മാത്രമുള്ള ഇടതുപക്ഷം എന്തിനാണ് പ്രധാനമന്ത്രി വിദേശ രാജ്യത്ത് പോകുന്നത് എന്ന ചോദ്യങ്ങൾ തുടർച്ചയായി ഉന്നയിക്കുന്ന ഇത്തരം ശക്തികൾക്കുള്ള മറുപടി കൂടിയാണ് ഇപ്പോഴത്തെ ഈ യുക്രൈൻ്റെയും അതോടൊപ്പം തന്നെ റഷ്യയുടെയും ഒക്കെ ഭാഗത്തു നിന്നും ഈ യുദ്ധം അവസാനിപ്പിക്കുവാൻ ഭാരതത്തിൻ്റെ ഇടപെടൽ അനിവാര്യമാണ് എന്ന വികാരം ഈ രാജ്യങ്ങളിൽ നിന്നും രൂപപ്പെടുന്നത്. സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തിരുന്നു കൊണ്ട് പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനങ്ങളെ വിമർശിച്ചിട്ടുള്ള ശക്തികൾക്കുള്ള മറ്റൊരു കൃത്യമായ ഉത്തരം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴത്തെ യുക്രൈൻ പഴയ USSRന്റെ ഭാഗമാണ്. 1991 ഗോർബച്ചോവിൻ്റെ കാലത്ത് USSR തകർന്നടിയുന്ന ഘട്ടത്തിലാണ് യുക്രൈൻ വീണ്ടും ഒരു സ്വതന്ത്ര രാജ്യമായി മാറുന്നത്. അതിനുശേഷം ആദ്യമായി ആ രാജ്യം സന്ദർശിക്കുന്ന ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. മുൻപ് മൊറാർജി ദേശായിയെ പോലുള്ള പ്രധാനമന്ത്രിമാർ യുക്രൈൻ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ആ ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ എന്ന നിലയിൽ അത് USSRന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ്. പിന്നീട് ഈ രാജ്യങ്ങളെല്ലാം കമ്മ്യൂണിസത്തോട് വിട പറഞ്ഞ് സ്വതന്ത്ര സ്വഭാവമുള്ള രാജ്യങ്ങളായി മാറുന്ന ഘട്ടത്തിൽ പിന്നീട് യുക്രൈൻ പോലുള്ള ചെറു രാജ്യത്തേക്ക് ഭാരതത്തിൻ്റെ പിന്നീട് വന്ന പ്രധാനമന്ത്രിമാരൊന്നും തന്നെ പോയിട്ടില്ല. ഏതായാലും ഈ യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ സമാധാനത്തിൻ്റെ ആഹ്വാനവുമായി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടേക്ക് എത്തി എന്നതാണ് വളരെ പ്രതീക്ഷയോടുകൂടി ലോകരാഷ്ട്രങ്ങൾ നോക്കിക്കാണുന്നത്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം നൽകണം എന്ന ആവശ്യം പോലും ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഉയരുകയാണ്. നേരത്തെ ആഗോളതലത്തിൽ നിലനിന്നിരുന്ന ചില സംഘർഷങ്ങൾ അവസാനിപ്പിച്ചതിന് 2009 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബാരക് ഒബാമയ്ക്ക് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അത്തരമൊരു വികാരത്തിലേക്ക് ഇപ്പോൾ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് നൽകണം എന്ന ആവശ്യം പോലും ഈ യുക്രൈനിലുമൊക്കെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ അത്തരം വികാരങ്ങൾ പങ്കുവെക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ചരിത്രപരമായ യുക്രൈൻ സന്ദർശനം എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. അതിന് തൊട്ടു മുൻപ് അദ്ദേഹം പഴയ USSRന്റെ ഭാഗമായ പോളണ്ട് അവിടേക്കും പോയിരുന്നു. ഏതാണ്ട് 45 വർഷങ്ങൾക്ക് ശേഷമാണ് ഭാരതത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നത് എന്ന മറ്റൊരു വസ്തുത കൂടി നമ്മൾ ഇതോടൊപ്പം തന്നെ കൂട്ടി വായിക്കണം. പോളണ്ടിൻ്റെ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹവും മുന്നോട്ട് വെച്ച ഒരു നിലപാട് പോളണ്ട് വ്യക്തമാക്കിയത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് മാത്രമാണ് ഈ വിഷയം പരിഹരിക്കാൻ കഴിയുന്നത്. അതിനാൽ ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ ഒരു മധ്യസ്ഥതയ്ക്ക് പ്രധാനമന്ത്രിക്ക് കഴിയും. അതിനാൽ ഈ സന്ദർശനത്തിലൂടെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയും എന്ന നിലപാട് പോളണ്ട് മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടി ലോകം ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയായി ഈ വ്ളാഡിമിർ സെലൻസ്കിയുമായുള്ള പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച മാറി. അങ്ങനെ ആ ചരിത്ര ദൗത്യം പൂർണ്ണമായി വിജയിപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഭാരതത്തിലെ പ്രധാനമന്ത്രി തിരികെ ഡൽഹിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്, വ്യക്തമാണ് ഗൗതം. ഇനി മനസ്സിലാക്കാത്തവർക്ക് ഇനി മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഭാരതം തല ഉയർത്തിപ്പിടിച്ച് നെഞ്ചുവരിച്ച് മുന്നോട്ട് തന്നെ പോകുന്നു. തൽക്കാലം ഒരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം ധാരാളം കമന്റ്സ് വരുന്നുണ്ട്. ഭാരതം ആകും ഇനിയുള്ള സമാധാനത്തിന്റെ നായക സ്ഥാനത്ത് എന്നുള്ളത്. ഇനിയൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോകണം. ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയെ തൊട്ടുകളിക്കാൻ CPM ശ്രമിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. നമ്മൾ ആദ്യം മുതൽ പറഞ്ഞു വച്ച ഒരു വാർത്തയായിരുന്നു ഈ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് CPM ഇടപെടൽ നടത്തുന്നു, വിലക്കേർപ്പെടുത്തുന്നു വാർത്ത. നാടെങ്ങും വിപുലമായ ആഘോഷത്തിന് ഒരുങ്ങുകയാണ്. മറ്റന്നാളാണ് ശ്രീകൃഷ്ണ ജയന്തി. അതിനിടയിലാണ് ഇങ്ങനെ ഒരു മടക്ക്, അതായത് ഒരു വിലക്ക് എന്ന് നമുക്ക് പറയുന്നതിനപ്പുറമായിട്ട് CPMന്റെ ഒരു ക്രൂരത തന്നെയാണ് ഈ ശ്രീകൃഷ്ണ ജയന്തി വിലക്കുക എന്ന് പറയുന്നത്. മുൻപൊക്കെ തന്നെ CPM നടത്തിക്കൊണ്ടിരുന്ന ഒരു സംഭവം. അത് അന്ന് രാഷ്ട്രീയമായി എന്തെങ്കിലും മെച്ചം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ചെയ്തതാണ്. ഇപ്പോൾ അത് ആ ആവശ്യം കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. ഇന്ന് മാത്രമല്ല എത്ര പരിപാടികളാണ്, ആഘോഷങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നാണെങ്കിൽ തലസ്ഥാനത്ത് ഗോപികാ നൃത്തമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പതാക ഉയർത്തുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നാടെങ്കും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാൻ ഒരുങ്ങി ആഘോഷത്തിന്റെ വിവിധ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിലും വില കുറഞ്ഞ രാഷ്ട്രീയമായി വന്നിരിക്കുകയാണ്. നമുക്ക് വിശദാംശങ്ങളൊന്ന് നോക്കാം അല്ലെ. ശോഭയാത്രയ്ക്ക് ക്ഷേത്രഭൂമിയിൽ പ്രവേശനം നിഷേധിച്ച് മലബാർ ദേവസ്വം ബോർഡ്. അതിന് കീഴിലുള്ള CPM നിയന്ത്രണത്തിലുള്ള ക്ഷേത്ര ഭരണസമിതിയാണ്. കോഴിക്കോട് ചേലൂർ സുബ്രഹ്മണ്യ മഹാക്ഷേത്ര ഭരണസമിതിയെക്കുറിച്ചാണ് ഈ പറയുന്നത്. ബാലഗോകുലത്തിന്റെ ശോഭായാത്രയ്ക്ക് ക്ഷേത്രഭൂമി വിട്ടു നൽകാനാവില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ പരിപാടിക്ക് അനുമതി നൽകിയിരുന്നു. ഇത്തവണ നിഷേധിച്ചതിൽ വലിയ പ്രതിഷേധം ഉയരുകയാണ്. ഗോകുൽ K വേണുഗോപാൽ ചേരുകയാണ്.
ഗോകുൽ, എന്താണ് ഇപ്പോൾ ഭരണസമിതിക്ക് ഒരു ചെറിയ അസ്ക്യത വന്നിരിക്കുന്നത്? ബാലഗോകുലം ആണ്, ശ്രീകൃഷ്ണ ജയന്തിയാണ്, ശോഭയാത്രയാണെന്ന് കേൾക്കുമ്പോൾ ഒട്ടും സഹിക്കുന്നില്ല അല്ലേ? പ്രദീപ്, വീണ, നമസ്കാരം. ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ ഇനി രണ്ടാമത്തെ പുലരിയിലേക്ക് കേരളം അല്ലെങ്കിൽ രാജ്യം കൺതുറക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മാഷ്ടമി ആഘോഷങ്ങളിലേക്കാണ്. അതിന്റെ വിപുലമായ ഒരുക്കങ്ങൾ എല്ലാ സ്ഥലത്തും നടക്കുമ്പോഴാണ്, അതുമായിട്ടുള്ള തയ്യാറെടുപ്പുകളുമായിട്ട് ഭക്തജന സമൂഹവും ബാലഗോകുലവും സാംസ്കാരിക സംഘടനകളും ഒക്കെ മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ക്ഷേത്രഭൂമിയും ക്ഷേത്ര പരിസരവും ക്ഷേത്രത്തിന്റെ സ്വത്തുക്കളും ക്ഷേത്രത്തിന്റെ സംവിധാനങ്ങളും ഒക്കെ വിട്ടുകൊടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്തിനടുത്ത് ചേലൂർ സുബ്രഹ്മണ്യ മഹാക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ അതിന്റെ സമിതികൾ ബാലഗോകുലത്തിന്റെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ക്ഷേത്രഭൂമിയോ പരിസരമോ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നൊരു കത്ത് നൽകിയിരിക്കുന്നത്. അതിന് കാരണമായി അവർ പറയുന്ന കാര്യമാണ് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത്. രാഷ്ട്രീയ സംഘടനകൾക്ക് ക്ഷേത്രഭൂമിയോ സ്വത്തുക്കളോ വിട്ടുകൊടുക്കുന്നത് മലബാർ ദേവസ്വം ബോർഡിന്റെ നിയമത്തിൽ ഇല്ല എന്നും അതിനാൽ ബാലഗോകുലത്തിന് ക്ഷേത്രഭൂമി വിട്ടുകൊടുക്കാൻ നൽകില്ല എന്നുമാണ് ഈ കത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ശോഭായാത്രയ്ക്ക് ഈ ക്ഷേത്രവും ക്ഷേത്രഭൂമിയും പരിസരങ്ങളും ഒക്കെ വിട്ടു നൽകിയിട്ടുള്ള ചരിത്രമുണ്ട്. 5 സ്ഥലങ്ങളിൽ നിന്ന്, ഈ കുന്നമംഗലത്തിന്റെ ഭാഗത്തു നിന്ന് ചെത്തുകടവ് മണ്ഡലം ബാലഗോകുലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അവിടെ ശോഭായാത്ര സംഘടിപ്പിക്കുന്നത്. ഈ ചെത്തുകടവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 5 സ്ഥലങ്ങളിൽ നിന്ന് നടക്കുന്ന ചെറിയ ചെറിയ ശോഭായാത്രകൾ ചെത്തുകടവ് സംഗമിച്ചതിനു ശേഷം ഈ ചേലൂർ ശ്രീ മഹാ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സമാപിക്കുന്ന രീതിയിലായിരുന്നു അവിടെ ബാലഗോകുലത്തിന്റെ ശോഭായാത്ര ക്രമീകരിച്ചിരുന്നു. മുൻ വർഷങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു. പ്രദേശത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ ഓരോ വർഷവും ശോഭായാത്രകൾ സമാപിക്കുന്ന രീതിയിലാണ് എല്ലാ വർഷങ്ങളും അവിടെ ബാലഗോകുലം ശോഭായാത്രകൾ സംഘടിപ്പിക്കാറുള്ളത്. അങ്ങനെ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾക്കിടയിൽ 3 തവണയോളം അവിടെ ശോഭായാത്രകൾ സമാപിക്കുന്ന രീതിയിൽ പരിപാടികൾ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ചേലൂർ ശ്രീ മഹാ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന സമീപനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, കോഴിക്കോട് ജില്ലയിൽ തന്നെ മറ്റ് നിരവധി ക്ഷേത്രങ്ങളിൽ, ഈ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള നിരവധി ക്ഷേത്രങ്ങളിലും മറ്റന്നാൾ വലിയ രീതിയിലുള്ള ശോഭായാത്രയുടെ ആഘോഷങ്ങളും മറ്റും നടക്കുമ്പോഴാണ് ഈ സ്ഥലത്ത് മാത്രം, ഈ പ്രത്യേക ചേലൂർ സുബ്രഹ്മണ്യ മഹാക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ മാത്രം ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നത് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഈ ബാലഗോകുലത്തിന്റെ ചെത്തുകടവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ കഴിഞ്ഞു. എല്ലാ വീടുകൾ കയറി ഗൃഹസമ്പർക്കം നടത്തി ആളുകളോട് എവിടെ നിന്നാണ് പരിപാടി ആരംഭിക്കുന്നതെന്നും എവിടെയാണ് പരിപാടി ലൈവ് റിപ്പോർട്ടിലും ഒക്കെ ഇതിലേക്ക് വരാം. നമ്മോടൊപ്പം അതിഥികൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒന്ന്, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ആർ വി ബാബു ഉണ്ട്. ഒപ്പം തന്നെ ബാലഗോകുലം ചെത്തുകടവ് മണ്ഡലം ട്രഷറർ ടി ശശികുമാറുമുണ്ട്. ആദ്യം തന്നെ ശ്രീ ആർ വി ബാബുവിലേക്ക് നമസ്തേ, പുത്തൻപുലരിയിലേക്ക് സ്വാഗതം. ശ്രീ ആർ വി ബാബു, CPM-ന് പാഠങ്ങൾ പഠിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഗണപതി മിത്താണെന്ന് പറഞ്ഞതിന്റെ ആഘാതം തീർന്നപ്പോഴേക്കും ഇപ്പോൾ ശോഭായാത്രയ്ക്ക് നേരെ, ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് നേരെ ഇപ്പോൾ വാളെടുക്കുകയാണ്. എങ്ങനെ ഇത് കാണുന്നു ശ്രീ ആർ വി ബാബു? ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയ്ക്ക് ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ശ്രീകൃഷ്ണ ജയന്തി കേരളത്തില് മാത്രമല്ല, ഇത് കേരളത്തിന്റെ അതിർത്തി കടന്ന് നമുക്ക് മറ്റ് സംസ്ഥാനങ്ങൾക്ക് വരെ മാതൃകയാകുന്ന തരത്തില് അവരേറ്റെടുത്ത് പല സംസ്ഥാനങ്ങളിലും ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രകൾ സംഘടിപ്പിക്കുന്ന സ്വഭാവം ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞു. എന്ന് വെച്ചാൽ മുഴുവൻ ഭാരതത്തിനും കേരളം നൽകിയിട്ടുള്ള ഒരു വലിയ സംഭാവനയാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം. വളരെ മാതൃകാപരമായിട്ട്, വളരെ അനുകരണീയമായിട്ടുള്ള രീതിയിലുള്ള ഒരു ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം. കുട്ടികള് ആണ് ഇതിന്റെ മുഖ്യമായിട്ടുള്ള ഫോക്കസ്. നമുക്കറിയാം, കുഞ്ഞുങ്ങള് പലതരത്തിലുള്ള വേഷങ്ങള്, പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ വേഷം, ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട ശ്രീകൃഷ്ണന്റെ കഥയുമായി ബന്ധപ്പെട്ട നിരവധി വേഷങ്ങൾ അണിഞ്ഞ് കുട്ടികൾ അവരുടെ ആഘോഷമായിട്ട് നടത്തുന്ന ഒരു പരിപാടിക്ക് മുഴുവൻ കേരളത്തിലും, അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ കുടുംബങ്ങളിൽ നിന്നും പങ്കാളിത്തമുണ്ട്. ഒരു രാഷ്ട്രീയ രീതിയിൽ നടത്തുന്ന പരിപാടിയല്ല ഇത്. തീർത്തും കുട്ടികളുടെ, ഒരു തരത്തിൽ പറഞ്ഞാൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ബാലദിനാഘോഷം, കുഞ്ഞുങ്ങളുടെ ഒരു ആഘോഷം എന്ന നിലയ്ക്ക് നമുക്ക് പറയാവുന്ന ആഘോഷമാണ് ശ്രീകൃഷ്ണ ജയന്തി. അപ്പൊ ആ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടക്കാൻ തുടങ്ങിയിട്ട് 10-40 വർഷത്തിലേറെയായി. ഇപ്പൊ ബാലപുരം തുടങ്ങിയിട്ട് 50 വർഷമാകുന്നു. അപ്പൊ 50 വർഷത്തോളം ആകുന്നു ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്ര കേരളത്തിൽ നടക്കുന്നു. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. അത് ആര് ഭരിച്ചാലും, ഏത് ഭരണസമിതി, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ഭരണസമിതി ഭരിക്കുമ്പോഴും ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയോട്
മുഖം തിരിഞ്ഞു നിൽക്കുന്ന സ്വഭാവമില്ല. പക്ഷേ നമുക്കിപ്പോ ഇവിടെ കുറച്ച് കാലങ്ങളായിട്ട് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളരെ ബോധപൂർവം ആസൂത്രിതമായിട്ട് ശ്രീകൃഷ്ണജയന്തി ശോഭായാത്രയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ ചേലൂര് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തില് അവിടെ ഇതിനു മുൻപും ശ്രീകൃഷ്ണജയന്തി ശോഭയാത്രകൾ നടന്നിട്ടുണ്ട്. പല ഭാഗത്തു നിന്നും ശോഭയാത്രകൾ സംഗമിച്ച് ഈ ക്ഷേത്രത്തിൽ അവസാനിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ കോൺഗ്രസിന്റെയോ BJPയുടെയോ ഒന്നും വ്യത്യാസമില്ലാതെ എന്തിന് പല ഭാഗങ്ങളിലും മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾ അവരുടെ കുഞ്ഞുങ്ങളെ ശ്രീകൃഷ്ണ വേഷം ധരിപ്പിച്ച് പങ്കെടുക്കുന്ന എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ. ഇത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നടക്കുന്ന നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ കുളിർമയാകുന്ന ഒരു പരിപാടി. ഇതിനെന്തിനാണ് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയമായ എതിർപ്പ് കൊണ്ടുവരുന്നത് എന്നത് വളരെ ഇവർ പറയുന്ന പോലെ രാഷ്ട്രീയ സംഘടനയോടോ അല്ലെങ്കിൽ ഹിന്ദുത്വ സംഘടനകളോടുള്ള എതിർപ്പായിട്ട് ഞാൻ കാണുന്നില്ല. ഇത് ഹിന്ദുക്കളോടുള്ള ഒരു എതിർപ്പായിട്ടാണ്. കാലങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരത്തെ ഇവിടെ പ്രദീപ് ജി പറഞ്ഞ പോലെ ഒരു നേരിട്ട തിരിച്ചടികളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് വലിയ ഉദാഹരണമാണ്. ഹിന്ദു സമൂഹത്തോട്, ഹിന്ദു വിശ്വാസങ്ങളോടും ആചാരങ്ങളോടും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർച്ചയായി നടത്തി വരുന്ന ഒരു പക, ഒരു വിദ്വേഷം അത് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു, തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ ഇത് നമുക്ക് അറിഞ്ഞുകൂടാ. ആണെങ്കിൽ എത്രയും പെട്ടെന്ന് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പാർട്ടിയെ പിൻവലിപ്പിക്കണം, അല്ലെങ്കിൽ തെറ്റിതിരുത്താൻ തയ്യാറാവണം. ഇതിനു മുൻപ് സമാനമായിട്ട് നമുക്കറിയാം, കണ്ണൂർ ജില്ലയിലൊക്കെ സമാന്തര ശോഭയാത്രകൾ സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലയില് P ജയരാജന്റെ നേതൃത്വത്തില് ശ്രീകൃഷ്ണജയന്തി ശോഭയാത്രയ്ക്ക് സമാനമായിട്ട് സമാന്തര ശോഭായാത്ര, ആ ശോഭായാത്രകളിൽ ചെഗുവേരയുടെയും അതേപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെയും ചിത്രം വഹിച്ചുകൊണ്ടുള്ള ശോഭയാത്രകൾ നടന്നിരുന്നു. അപ്പോ യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ ലക്ഷ്യത്തോടു കൂടി ശോഭയാത്രകൾ, ഘോഷയാത്രകൾ എന്നുള്ള പേരിൽ നടത്തിയവര് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് അതിൽ നിന്നൊക്കെ അവര് പിൻവലിഞ്ഞു എന്നാണ്. ഇപ്പോഴും നടക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. ഏതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യാപകമായിട്ട് അതിനെ പിന്തുണച്ചില്ല. ജനങ്ങൾ അതിനോട് മുഖം തിരിച്ചു നിന്നു. അവർക്കത് പിൻവലിഞ്ഞ് പോകേണ്ടി വന്നു. അപ്പോ ഇത് ജനങ്ങളുടെ ഒരു ആഘോഷമാണ്, കുഞ്ഞുങ്ങളുടെ ഒരു ആഘോഷമാണ്, ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്. ഇതിനോട് ഉള്ള ഈ ഒരു വിദ്വേഷം യഥാർത്ഥത്തിൽ കംസന്മാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് തെളിയിക്കുന്നത്. കംസനാണ് ശ്രീകൃഷ്ണനെ വധിക്കാൻ വേണ്ടി തന്റെ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചത്. ശകടാസുരനെ വിട്ടത്, പൂതനെ വിട്ടത്, അങ്ങനെ ഒട്ടനവധി ശ്രമങ്ങൾ നടത്തിയിരുന്നല്ലോ ശ്രീകൃഷ്ണനെ വധിക്കാൻ. ഇപ്പോ കുഞ്ഞുങ്ങൾ ശ്രീകൃഷ്ണ വേഷം ധരിച്ച് എത്തുമ്പോൾ ആ ശ്രീകൃഷ്ണ ജയന്തിയെ ഇല്ലാതാക്കാൻ ആധുനിക കംസന്മാർ ശ്രമിക്കുന്നു കരുതാൻ. പക്ഷേ അവർക്ക് വിജയിക്കാനാവില്ല, ഉറപ്പായിട്ടും വിജയിക്കാനാവില്ല. ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന ഈ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ജനങ്ങൾ ഏറ്റെടുത്തതാണ്, കേരളം ഏറ്റെടുത്തതാണ്. കേരളം ലോകത്തിന് നൽകിയൊരു സംഭാവനയാണ്. അതുകൊണ്ട് ഇതിൽ നിന്നും ആ ക്ഷേത്ര ഭരണസമിതിക്കാർ പിൻവലിയണം. അവരുടെ തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയോടൊപ്പം ചേർന്ന് ആ കുഞ്ഞുങ്ങൾക്കൊപ്പം നിൽക്കണം എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പ്രാഥമികമായിട്ട് ഇപ്പോൾ പറയാനുള്ളത്. ശരി, ശ്രീ ആവി ബാബു, അങ്ങ് പറഞ്ഞ രാഷ്ട്രീയത്തിലേക്ക് CPM നടത്തുന്ന ചില അപഹാസ്യമായ ചില ഇടപെടലുകളിലേക്കൊക്കെ തിരികെ എത്താം. നമുക്ക് അതിനു മുമ്പ് തന്നെ അവിടെ നിന്ന് ഈ ചേലൂർ ക്ഷേത്രത്തിൽ എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. എന്താണ് അവർ നേരിട്ടതെന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതിനിടയിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇതേ ചർച്ചയിലേക്ക് നമുക്ക് തിരികെ എത്താം. ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര വിലക്കിയ ചേലൂർ ക്ഷേത്രത്തിലെ ആ ഒരു വാർത്തയിലേക്ക് തന്നെയാണ് വീണ്ടും പോകുന്നത്. നമുക്ക് ബാലഗോകുലം ചെത്തുകടവ് മണ്ഡലം ട്രഷറർ T ശശികുമാർ കൂടി ചേരുന്നുണ്ട്. സ്വാഗതം പുത്തൻപുലരിയിലേക്ക് T ശശികുമാർ. എന്തായാലും നേരത്തെ RV ബാബു പറഞ്ഞതുപോലെ തന്നെ വെറും കുഞ്ഞുങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഇത്. അതിനെയാണ് ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കാൻ നീക്കം നടത്തുന്നത്. RV ബാബു പറഞ്ഞത് ഹംസന്മാർ ഇതിനിടയിലുണ്ട്. അവിടെ നമ്മൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം കപട ഹംസന്മാർ എന്ന് തന്നെയാണ് നമ്മൾക്കിതിൽ പറയേണ്ടിയിരിക്കുന്നത്. ശ്രീ ശശികുമാർ, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ അവിടെ എന്താ പറയണം? നമ്മൾ സാധാരണ രീതിയിൽ എല്ലാ ഭാഗത്തും വിവിധ ക്ഷേത്രങ്ങളിലാണ് ഈ ശോഭായാത്രകൾ സംഘടിപ്പിക്കാറ്. അപ്പം വിവിധ സമയത്ത് വിവിധ ക്ഷേത്രങ്ങളിലാണ് ഉണ്ടാവുക. ഈ വർഷം ഈ ചേലൂർ ക്ഷേത്രത്തിലേക്ക് വേണ്ടി നമ്മൾ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി. ആ സമയത്ത് അവരായിട്ട് ബന്ധപ്പെട്ട സമയത്ത് നടപടിക്രമം എന്നുള്ള രീതിയിൽ അവരെ ഒരു ലെറ്റർ കൊടുക്കുകയും
ഇതിന്റെ അനുമതിക്ക് വേണ്ടി ലെറ്റർ കൊടുത്ത സമയത്ത് മാത്രമാണ്, ഈ കഴിഞ്ഞ ദിവസം മാത്രമാണ് അവർ അത് പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ലെറ്റർ നമുക്ക് തന്നിട്ടുള്ളത്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയല്ല ഇങ്ങനെ എതിര് ഉണ്ടാവും അല്ലെങ്കിൽ ഇതിന് അനുമതി കിട്ടില്ല എന്നുള്ള ഒരു പ്രതീക്ഷ യാതൊരു കാരണവശാലില്ല. കാരണം ഇത് ശ്രീകൃഷ്ണജയന്തി എല്ലാവർക്കും അറിയാം, ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ സാംസ്കാരിക സംഘടന ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തുന്നതാണ്. അപ്പൊ പെട്ടെന്ന് അവർ പറഞ്ഞ സമയത്താണ് ഞങ്ങൾ ഇതിനെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞാണ്, ആ സമയത്ത് മാത്രമാണ് അവർ അറിയിച്ചിട്ടുള്ളത് നടത്താൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ അതിന് മറ്റുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ ആലോചിച്ച് തീരുമാനം എടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഈ ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധമൊക്കെ തന്നെ അവിടെ തുടർന്നു കഴിഞ്ഞു. പറയുന്ന ഒരു കാര്യം ഇത് രാഷ്ട്രീയമായി നടത്തുന്ന ഒരു യാത്രയാണെന്നാണ്. ബാലഗോകുലം രാഷ്ട്രീയ സംഘടനയാണ് എന്നുള്ളൊരു വാദം അല്ലേ അവിടെ ഉന്നയിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം പോലും ഈ ക്ഷേത്രം ഒരു സംഗമഭൂമി ആയിരുന്നില്ല, ഈ ക്ഷേത്രാങ്കണം. അപ്പോൾ ഈ വർഷമാണോ ആ ബോധോദയം ഉണ്ടായിരിക്കുന്നത്? അല്ല, വർഷങ്ങളായിട്ട് പല സമയത്തായിട്ട്, ഒന്നും രണ്ടു തവണയല്ല, പല സമയത്തായിട്ട് അവിടെ ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് ബന്ധപ്പെട്ടുള്ള ശോഭയാത്ര അവിടെ സമാപിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വിവിധ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷെ ഈ വർഷം മാത്രമാണ് അവർ ഈ രീതിയിൽ ഇതൊരു രാഷ്ട്രീയ സംഘടനയാണെന്നും ഉള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. രാഷ്ട്രീയ സംഘടനകൾക്ക് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പാടില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അവർക്കറിയാം ഇത് രാഷ്ട്രീയ സംഘടന അല്ലാതും രാഷ്ട്രീയ പരിപാടിയല്ല ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം എന്നുള്ളത് അവർക്കറിയാനിട്ടല്ല, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അവർ എന്തുകൊണ്ട് ഈ രീതിയിൽ ഒരു തീരുമാനം എടുത്തു എന്നുള്ളത് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ്. പലപ്പോഴായിട്ട് അവര് സമാന്തര ശോഭയാത്രകളും ഒക്കെ കണ്ണൂരൊക്കെ കണ്ടാണ് നടത്തിയിട്ടുണ്ട്. ഇപ്പൊ അത് വിജയിക്കാതെ ഒഴിവാക്കിയ ഒരു പരിപാടിയാണ്. അതോടനുബന്ധിച്ചുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചന മാത്രമാണ് ഇത് എന്ന് നമുക്ക് ഏവർക്കും മനസ്സിലാക്കാവുന്നതാണ്. ഭക്തജനങ്ങളെല്ലാം തന്നെ ഇതിനെതിരെ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്, പ്രതിഷേധിക്കുന്നുണ്ട്. ഞങ്ങളുടെ ദേശത്തിന്റെ ക്ഷേത്രം തന്നെയാണ് ഇത്, ചെറു ക്ഷേത്രം എന്ന് പറയുന്നത്. പ്രത്യേക രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും വിചാരിച്ച രീതിയിൽ ചെയ്യാൻ പറ്റുന്നതല്ല. തീർച്ചയായിട്ടും ഭക്തജനങ്ങളെല്ലാം തന്നെ ഇതിന് നല്ല പ്രതിഷേധത്തിലാണ്. ശരി, ശ്രീ ശശികുമാറിലേക്ക് തിരികെ എത്താം. ഒരിക്കൽ കൂടി ശ്രീ RV ബാബുവിലേക്ക്. അങ്ങ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ പല വർഷങ്ങളിൽ പല പേരുകളിൽ നവോത്ഥാന യാത്ര, ഘോഷയാത്ര, പിന്നെ എന്താണ് ഓണാഘോഷ യാത്ര, പേരുകൾ ഇങ്ങനെ മാറി മാറി, മതേതര ഉത്സവം, ഇങ്ങനെ ശ്രീനാരായണ ഗുരു ജയന്തി മുതൽ ചിലപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി വരെ, മറ്റു ചിലപ്പോൾ ഇതിനിടയ്ക്ക് നവോത്ഥാന യാത്ര എന്ന് പേരിട്ട് നടത്തിയ ശേഷം CPM തന്നെ കണ്ണൂരിൽ നിന്ന് ഒരു അറിയിപ്പ് വന്നു, ഈ വർഷം അത് നടത്തുന്നില്ല, പകരം ചട്ടമ്പി സ്വാമി ജയന്തി ആഘോഷിക്കാമെന്ന്. ഇവർക്ക് തന്നെ ഒരു ധാരണയില്ല, അല്ലെ എന്ത് വേണം എന്നറിയാത്ത ഒരു പരിഭ്രാന്തിയാണ്. അങ്ങ് പറഞ്ഞൊരു വളരെ വിലപ്പെട്ട ഒരു പോയിന്റ്, ഈ ഹിന്ദുക്കൾ ഒന്ന് ഹിന്ദുവെന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആ വോട്ട് വേണം, ആ ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങി അധികാരത്തിലെത്തണം. അങ്ങനെ ആ വോട്ട് ബാങ്ക് അവിടെ ഉറപ്പിച്ചു വച്ചിട്ട് CPMന്റെ അടിമകളായും അനുയായികളാക്കി മാറ്റി ഒരു ഭാഗത്ത് വച്ചിട്ട് മറ്റു തരത്തിലുള്ള പ്രീണനങ്ങളിലേക്ക് പോകുന്നു. ഹിന്ദു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ നവോത്ഥാനം, നവകേരളം എന്നുള്ള മുദ്രാവാക്യങ്ങളുമായി വരുന്നു. ഇതെങ്ങനെ കാണണം ശ്രീ RV ബാബു? എങ്ങനെയാണ് സമൂഹം ഇതിനെ നേരിടേണ്ടത്? പ്രദീപ്, ഇത് യഥാർത്ഥത്തിൽ CPM നേരിടുന്ന ഒരു സ്വത്വ പ്രതിസന്ധിയാണ്. CPMനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ, കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുക, ഭാരതീയ സംസ്കാരത്തെയോ ഹിന്ദുത്വത്തെയോ ഹിന്ദു വിശ്വാസങ്ങളെയോ ഒന്നും അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. പക്ഷേ ഭാരതത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ഭാരതീയ ജനത അവരുടെ സാംസ്കാരിക സ്വത്വത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടാണ്, അത് ഏത് വിഭാഗങ്ങളിൽപ്പെട്ട, ഈ ജാതിയുടെ പേരിലൊക്കെ വലിയ തോതിൽ അടിച്ചമർത്തപ്പെട്ടവരാണ്, അങ്ങനെ കീഴ് ജാതിക്കാരായി തള്ളപ്പെട്ടവരാണ് എന്ന് പറയുന്നവരുടെ ഇടയിൽ പോലും അവര് പോലും അവരുടെ ധർമ്മം, അവരുടെ സംസ്കാരം വിട്ട് അവര് മാറാൻ തയ്യാറില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം ഈ ഹിന്ദു സമൂഹത്തെ അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ സാംസ്കാരികമായ സ്വത്വങ്ങളെയും അതേപോലെ തന്നെ സ്വീകരിച്ചുകൊണ്ട് പാർട്ടിയിലേക്ക് സ്വീകരിക്കാനുള്ള ബുദ്ധിമുട്ട് ഒരു ഭാഗത്ത്. എന്നാൽ സമൂഹം അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് പാർട്ടിയെ അകറ്റി നിർത്തുന്ന ഒരു സാഹചര്യം. ഇത് രണ്ടും എങ്ങനെ ചേർന്ന് പോകും എന്നുള്ള ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് പലപ്പോഴും പാർട്ടി തന്നെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടത്തുക, പാർട്ടി നവോത്ഥാന മുതൽ നടത്തുക, പാർട്ടി ശ്രീനാരായണ ഗുരുദേവനെ ഏറ്റെടുക്കുക, പാർട്ടി വിവേകാനന്ദന്റെ പ്രതിമ സ്ഥാപിക്കുക, പാർട്ടി ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം ആഘോഷിക്കുക, ഇങ്ങനെ പല രീതിയിലുള്ള ഗിമ്മിക്കുകൾ. ഇതൊരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ് ഈ ഗിമ്മിക്കുകൾ നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി, ഒരു ആശയക്കുഴപ്പം പാർട്ടിയെ ബാധിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. പാർട്ടിക്ക് അതിന്റെ സ്വന്തം ആശയത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഇനി മുന്നേറാൻ സാധ്യമല്ല. ജനങ്ങൾ അത് തള്ളിക്കളഞ്ഞു. ഇറ്റ് ഇസ് എ ഡെഡ് ഗോഡ്.
ഒരു പരാജയപ്പെട്ട ദൈവമാണ് കമ്മ്യൂണിസം എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞു. അപ്പോ അതിന് പകരം എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു സാഹചര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലുണ്ട്. അതിന്റെ ഒരു വൈരുദ്ധ്യമാണ് പാർട്ടി ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ അവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ആധാരത്തിൽ നിന്നുകൊണ്ട് ഈ ഹിന്ദു വിശ്വാസങ്ങളെയും സംസ്കാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ തകർക്കാൻ ശ്രമിക്കും. വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ ജനകീയ പിന്തുണ എന്നുള്ള വിഷയം വരുന്ന സമയത്ത് ഇതിനെയൊക്കെ അംഗീകരിക്കും. ഇത്തരത്തിൽ നമുക്ക് അത് ഗണപതി മിത്താണെന്ന് പറയുക, അല്ലെങ്കിൽ മീശ നോവല് ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുള്ള നിലപാട് പറയും. ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ദ്വന്ദ്ം അവരെ ഉള്ളിൽ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഭാരതീയതയെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, ഭാരതീയ സംസ്കാരത്തെ അവഗണിച്ചുകൊണ്ട്, ഭാരതീയ പാരമ്പര്യത്തെയും പൈതൃകത്തെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ പാർട്ടിയുടെ ഈ ആശയക്കുഴപ്പം പാർട്ടിയുടെ മുകൾത്തട്ടിലുണ്ട്, താഴെത്തട്ടിലുണ്ട്. പാർട്ടിയെ ആദമാനം കാർന്നു തിന്നുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് സ്വയം അതിന്റെ ദ്വന്ദ്വാത്മകത കൊണ്ട് തകർന്ന് തരിപ്പണമാകുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അതിന് ഒരു കാരണവശാലും കുറച്ച് അധികാരത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് കുറച്ചു നാളൊക്കെ മുന്നോട്ട് പോവാം. പക്ഷെ ആത്യന്തികമായി അതിന്റെ തകർച്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കേരളത്തിൽ ആഗോളതലത്തിൽ അത് തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. കേരളത്തിൽ ഇപ്പൊ ഒരു ചെറിയ ഭരണത്തിന്റെ പിന്തുണയോട് കൂടിയിട്ട് പാർട്ടി എന്നുള്ള നിലയ്ക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിനും വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലുണ്ട്. ഹിന്ദു സമൂഹം എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. അവർ നിശബ്ദരാണ്. പക്ഷേ അവരുടെ നിശബ്ദതയ്ക്കുള്ളിൽ പ്രതിഷേധത്തിന്റെ, പ്രതിരോധത്തിന്റെ, തങ്ങൾക്ക് നേരെ വരുന്ന അവഗണനയുടെ, അധിക്ഷേപത്തിന്റെ ഒക്കെ പ്രതിഷേധം കൂടി അവരുടെ ഉള്ളിലുണ്ട് എന്നത് നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. പാർട്ടി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാൽ നല്ലത് എന്ന് മാത്രമാണ് ഈ പുലർകാല വേളയിൽ എനിക്ക് ഈ വിഷയത്തിൽ പറയാം. ഒപ്പം ഈ പ്രീണനം നടത്തുന്നു എന്ന് പറയുമ്പോഴും ഈ നബിദിന ആഘോഷ വിലക്ക് ഏർപ്പെടുത്തുവാൻ CPM കഴിയുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയുടെ മുന്നിൽ ഈ ഒരു ചോദ്യവുമായിട്ട് മടങ്ങിയെത്തും ചെറിയൊരു ഇടവേള വേണം എന്ന് PCR നിന്ന് പറയുന്നു. ക്ഷേത്രഭൂമിയിൽ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര വിലക്കിയ വാർത്ത ആണിപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലും RV ബാബുലേക്ക് വീണ്ടും പോവുകയാണ്. ഞാൻ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഇടവേളയ്ക്ക് മുൻപായിട്ട്. കാരണം ഈ പ്രീണനം, ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തുന്നതെന്നൊക്കെ തന്നെ കൊട്ടിഘോഷിക്കുമ്പോൾ CPM-ന് ധൈര്യമുണ്ടോ ഈ നബിദിന ഘോഷയാത്ര വിലക്കാൻ? ഒപ്പം നമ്മുടെ പ്രേക്ഷകർ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഏതെങ്കിലും ഒരു പള്ളിയുടെ മുൻപിൽ CPM-ന്റെ കൊടി കെട്ടാനുള്ള ഒരു കരുത്തെങ്കിലും, ഒരു മനോധൈര്യമെങ്കിലും ഈ ഇടത് പാർട്ടികൾക്കുണ്ടോ എന്ന്. അല്ല, കേരളത്തില് നമ്മൾ കണ്ടുവരുന്ന ഒരു സവിശേഷത, അല്ലെങ്കിൽ ഇതുവരെയുള്ള നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് ഏകപക്ഷീയമായിട്ട് ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണമാണ്. സംഘടിത ന്യൂനപക്ഷ സമൂഹത്തോട്, പ്രത്യേകിച്ച് ഇസ്ലാമിക സമൂഹത്തോടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്താണ്? പാർട്ടി ഏത് നിലയ്ക്കാണ് അവരുടെ പരിപാടികളോട് അല്ലെങ്കിൽ അവരോടുള്ള സമീപനം എന്താണ് എന്നുള്ളത് കേരളത്തിലെ ജനസമൂഹത്തിന് വ്യക്തമായിട്ട് അറിയാലോ. അതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പല നേതാക്കന്മാരും, അതിനുശേഷം SNDP-യുടെ വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിരിച്ചടിക്ക് കാരണം അതിരുവിട്ട് നടത്തിയ മുസ്ലിം പ്രീണനമാണ്, ഇസ്ലാമിക പ്രീണനമാണ് അതിന്റെ കാരണം എന്ന് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ പറഞ്ഞത് നമ്മൾ കേട്ടു. ഇത് എല്ലാവർക്കും അറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രമുഖമായ പാർട്ടി ഗ്രാമങ്ങളിൽ എന്തിന് ബൂത്ത് കമ്മിറ്റികളിൽ ഇരുന്ന പാർട്ടി നേതാക്കന്മാരെ പാർട്ടിക്ക് വോട്ട് ചെയ്യാതെ BJP-ക്ക് മറ്റു വോട്ട് ചെയ്തു എന്നൊക്കെയുള്ള പരാതികൾ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പൊ അതുകൊണ്ട് ഈ പ്രീണന രാഷ്ട്രീയത്തിന് കാലങ്ങളായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഹിന്ദു സമൂഹത്തെ അവരെ അവഗണിക്കുകയും പുതിയ ഒരു സംഘടിത വോട്ട് ബാങ്കിനെ പ്രീണിപ്പിച്ചു നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കേരളം കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ്. പക്ഷേ അതിനോട് കേരളത്തിലെ ഹിന്ദുക്കൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. ഇവിടെ അടിസ്ഥാന പ്രശ്നം ക്ഷേത്രങ്ങളെ ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കുക, തങ്ങളുടെ രാഷ്ട്രീയ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് കേരളത്തിലെ ഹിന്ദു സമൂഹം കാണേണ്ടതാണ്. നമുക്കറിയാം, കേരള ഹൈക്കോടതിയുടെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു വിധി മലബാർ ദേവസ്വം ബോർഡിന്റെ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചുണ്ടായി. അവിടെ ആരാണ് ആ ക്ഷേത്രത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെയും DYFI-യുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും പാരമ്പര്യേതര ട്രസ്റ്റിമാരായി നിയമിച്ചത് അസാധുവാക്കിക്കൊണ്ട് കേരള ഹൈക്കോടതിയിൽ വിധി പുറപ്പെടുവിച്ചു. ഒറ്റപ്പാലത്തെ പൂക്കോട്ടുകാവ് കാളി ക്ഷേത്രത്തിലെ പാരമ്പര്യേതര ട്രസ്റ്റിമാരെ നിയമിച്ചതിന് എതിരായിട്ടായിരുന്നു ആ വിധി. അപ്പോ കേരളത്തിലെ ക്ഷേത്രങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ആരാണ് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഹൈക്കോടതി വിധിയിൽ തന്നെ നിന്നതിന് നമുക്കറിയാം. ഇതേ കേരള ഹൈക്കോടതി തന്നെയാണ് തിരുവന്താംകുന്ന് ക്ഷേത്രത്തിന്റെ
ക്ഷേത്ര ഉത്സവത്തിന് ഒരു മതേതര കമ്മിറ്റി ഉണ്ടാക്കി ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട പ്രമുഖരെയും ക്ഷേത്ര ഉത്സവത്തിന്റെ ക്ഷേത്ര കമ്മിറ്റി ചെയർമാനാക്കിക്കൊണ്ട്, ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാനാക്കിക്കൊണ്ട് ഹിന്ദുക്കളെ അവിടെ ആ ക്ഷേത്ര ആഘോഷങ്ങളിൽ നിന്ന് ഒഴിവാക്കി. ഹിന്ദു സംഘടനകളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് ഒരു മതേതര ഉത്സവമാക്കി നടത്താൻ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്. ക്ഷേത്ര ചുമരുകൾക്ക് ഒരു മതത്തിന്റെ പ്രത്യേകതയോട് കൂടിയിട്ടുള്ള ചില പച്ച നിറം അടിക്കാൻ ശ്രമിച്ച സംഭവം നമ്മുടെ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഉണ്ടായതാണ്. അപ്പൊ ഇങ്ങനെ നിരവധി സംഭവങ്ങൾ മലബാർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഉദാഹരണങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ ഇത് ആസൂത്രിതമാണ്. ഹിന്ദു സംഘടനകളെയും ഹൈന്ദവ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുകയോ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുകയോ അതിൽ അഭിമാനിക്കുകയോ ചെയ്യുന്നവരെ മുഴുവൻ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കുക. അങ്ങനെ ക്ഷേത്രങ്ങൾ പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റികളായ പോലെ പ്രവർത്തിക്കുന്ന സാഹചര്യം ഒരുക്കുക. ഇതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിത ശ്രമമാണ് നടക്കുന്നത്. ഭക്തജനങ്ങൾ ഇത് കരുതിയിരിക്കണം. ക്ഷേത്രങ്ങളെ, ഹിന്ദു സംഘടനകൾക്കൊന്നും ഇതിന്റെ പേരിൽ ഒന്നും സംഭവിക്കാനില്ല. പക്ഷേ ക്ഷേത്രങ്ങളെ ആസൂത്രിതമായി തകർക്കുക. ഹിന്ദു സമൂഹത്തിന്റെ ആശ്രയങ്ങളാണ്, അഭയകേന്ദ്രങ്ങളാണ്, ആധ്യാത്മിക കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രങ്ങളെ പുറത്തുനിന്ന് തകർക്കാൻ നടക്കാത്തത് കൊണ്ട്, പുറത്തുനിന്ന് അതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട്, അതിന്റെ വിശ്വാസത്തെ തകർക്കാൻ കഴിയാത്തത് കൊണ്ട് ക്ഷേത്രത്തിനകത്ത് കയറി അകത്തുനിന്ന് ക്ഷേത്രത്തിന്റെ വിശ്വാസങ്ങളെ തകർക്കുക, അകത്തുനിന്ന് ക്ഷേത്രങ്ങളെ ഇല്ലാതാക്കുക എന്ന ഒരു പുതിയ തന്ത്രം, ഒരു പുതിയ തന്ത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നടപ്പാക്കുന്നത്. ഉള്ളിൽ കടന്ന് അതിനെ തകർക്കുക എന്നുള്ളത്. അപ്പോ അത് ഹിന്ദു സമൂഹം കരുതിയിരിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഈ സംഭവം നൽകുന്ന പാഠം എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ശ്രീ ബാബു, ഇക്കാര്യത്തിലെ വാർത്താ സംപ്രേഷണം നിർത്തുന്നില്ല ജനൻ TV. ഇപ്പോൾ അടുത്തൊരു 8 മണിക്ക് പ്രധാന വാർത്തകളുടെ സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം അതിലേക്ക് പോകും. പക്ഷേ ഇന്ന് ദിനം മുഴുവൻ ഈ വാർത്തയ്ക്ക് പിന്നാലെ തന്നെ ഉണ്ടാവും ജനൻ TVയും ടീമും. അങ്ങയിലേക്കും ഈ വരുന്ന മണിക്കൂറുകളിൽ തിരികെ എത്താം. എന്തായാലും എങ്ങനെ ഇത് CPM ഇതിനോട് പ്രതികരിക്കുന്നു എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. തൽക്കാലം ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് അതുവരെയുള്ള പ്രധാന വാർത്തകൾ ഒന്ന് കാണാം. മറ്റു വാർത്തകളിലേക്കും പോകാം. നമ്മൾ പോകുന്നത് ദേശീയ തലത്തിലേക്ക് തന്നെയാണ്. ജമ്മു കാശ്മീർ അല്ല, ജമ്മു കാശ്മീരിലെ നാഷണൽ കോൺഗ്രസ് സഖ്യത്തെ ചോദ്യം ചെയ്യുകയാണ് BJP. കശ്മീരിന് പ്രത്യേക പതാക, പ്രത്യേക ഭരണഘടന തുടങ്ങിയ വിഘടനവാദ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടിയാണ് നാഷണൽ കോൺഫറൻസ്. ഈ വിഷയങ്ങളിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്നാണ് BJPയുടെ ആവശ്യം. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ഗൗതം, വീണ്ടും ഒരു വിഘടന സന്ദേശം. അഖണ്ഡ ഭാരതം എന്ന സ്വപ്നം ഭാരതീയർ കാണുമ്പോൾ നിലവിലുള്ള സംവിധാനത്തെ തന്നെ വെട്ടിമുറിക്കാനുള്ള നീക്കവുമായി, അതല്ലെങ്കിൽ അത്തരം ആശയം വെച്ചു പുലർത്തുന്നവരുമായി സഖ്യത്തിലേർപ്പെട്ട് എങ്ങനെയും ഭരണത്തിൽ വന്നാൽ മതി എന്നുള്ള നിലപാടാണോ കോൺഗ്രസ് വീണ്ടും സ്വീകരിക്കുന്നത്? വിഭജന കാലത്തിന്റെ മുറിവുകൾ ഇനിയും ഉണങ്ങിയിട്ടില്ല എന്ന് ഭാരതം വിലപിക്കുമ്പോൾ വീണ്ടും ഭാരതത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ കൈവശം നമുക്ക് വയ്ക്കാൻ മാത്രം ഗതികേടുണ്ടായ ഭാഗത്ത് പോലും പ്രത്യേക പതാകയും പ്രത്യേക രാഷ്ട്രവും ഇനി പ്രത്യേക സൈന്യവും വേണമെന്ന് ആവശ്യപ്പെടുമോ നാഷണൽ കോൺഫറൻസ്? അതിനൊപ്പം നിൽക്കുമോ കോൺഗ്രസ് പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ഗൗതം, പ്രതിപുള്ള ഈ പ്രസക്തമായ ചോദ്യമാണ് BJP ഇപ്പോൾ കോൺഗ്രസിന് മുന്നിൽ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശ്രീനഗറിൽ എത്തിയാണ് ഈ സഖ്യം പ്രഖ്യാപനം നടത്തിയത്. 90 നിയമസഭാ സീറ്റുകളിലേക്കാണ് ജമ്മു കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് 3 ഘട്ടമായി. ഇതിൽ കോൺഗ്രസിന് 40 സീറ്റുകൾ, അതോടൊപ്പം തന്നെ നാഷണൽ കോൺഫറൻസ് 43 സീറ്റ്, ഒപ്പം CPIM തരിഗാമിയെ പോലുള്ള നേതാക്കൾ 1 സീറ്റിൽ അവിടെ മത്സരിക്കുന്നുണ്ട്. അതിനാൽ CPM-ഉം ഒരുപക്ഷെ ഈ സഖ്യത്തിന്റെ ഭാഗമാകും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ ഘട്ടത്തിലാണ് വളരെ പ്രസക്തമായ ചോദ്യം ഇപ്പോൾ BJP കോൺഗ്രസിന് മുന്നിൽ വയ്ക്കുന്നത്. കാരണം നാഷണൽ കോൺഫറൻസിന്റെ പാരമ്പര്യം ജമ്മു കശ്മീരിൽ വിഘടനവാദികളെ സഹായിക്കുന്ന പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 370 മരവിപ്പിച്ചതിനെതിരെ നിലപാടെടുത്തിട്ടുള്ള പാർട്ടിയാണ് നാഷണൽ കോൺഫറൻസ്. ജമ്മു കശ്മീരിന് പ്രത്യേക പതാക വേണമെന്നും ജമ്മു കശ്മീരിന് പ്രത്യേക പ്രധാനമന്ത്രിയും ജമ്മു കശ്മീരിന് പ്രത്യേക ഭരണഘടനയും വേണം എന്ന് വാദിക്കുന്ന സംഘടനയാണ് നാഷണൽ കോൺഫറൻസ്. മാത്രമല്ല, ഈ ആർട്ടിക്കിൾ 370 മരവിപ്പിച്ചതിന് ശേഷമാണ് അവിടെ റിസർവേഷൻ നൽകാൻ തുടങ്ങിയത് പിന്നോക്ക വിഭാഗങ്ങൾക്ക്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി ജമ്മു കശ്മീരിൽ 16 സീറ്റുകൾ പിന്നോക്ക വിഭാഗങ്ങൾക്ക്, SC/ST വിഭാഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതിനെ നാഷണൽ കോൺഫറൻസ് എതിർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ യാസീൻ മാലിക്കിനെ പോലെയുള്ള ജമ്മു കശ്മീർ ലിബറേഷൻ ഫ്രണ്ട് എന്ന അതിഭീകര സംഘടന 90കളിൽ കശ്മീർ
കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ അതിക്രൂരമായ ആക്രമണം നടത്തിയ ജമ്മു കശ്മീർ ലിബറേഷൻ ഫ്രണ്ടിന്റെ നേതാക്കളെ ഉൾപ്പെടെ ജയിലിൽ നിന്നും മോചിപ്പിക്കണം എന്ന നിലപാട് നാഷണൽ കോൺഫറൻസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വിഘടനവാദത്തിന്റെ സ്വരമാണ്. ജമ്മു കശ്മീരിനെ ഭാരതത്തിൽ നിന്നും അടർത്തി മാറ്റുവാൻ ശ്രമിക്കുന്ന പാക് ഭീകര സംഘടനകളെയും വിഘടനവാദികളെയും പരസ്യമായി തന്നെ പിന്തുണയ്ക്കുന്ന സമീപനമുള്ള പാർട്ടിയാണ് നാഷണൽ കോൺഫറൻസ്. അങ്ങനെയുള്ള നാഷണൽ കോൺഫറൻസിന്റെ ഇതേ നിലപാടുകളാണോ കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളത് എന്ന് വ്യക്തമാക്കണം എന്നാണ് BJP ആവശ്യപ്പെടുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും BJPയുടെ മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനിയും ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് ഈ ആരോപണം കോൺഗ്രസിന് മുന്നിൽ വെച്ചിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെ നേതാക്കൾ ഇതേവരെ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ജമ്മു കശ്മീരിൽ 3 ഘട്ടമായി തെരഞ്ഞെടുപ്പ് ആരംഭിക്കാനിരിക്കെ സെപ്റ്റംബർ 18, 25, ഒക്ടോബർ മാസം 1 എന്നിങ്ങനെയാണ് 90 നിയമസഭകളിലേക്ക് വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. ഈ നിർണായക തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ചോദ്യവുമായാണ് BJP എത്തിയിരിക്കുന്നത്. പ്രദീപ് പിള്ള. ശരി ഗൗതം, ഇതിൽ കോൺഗ്രസ് ഇനിയും പ്രതികരിച്ചിട്ടില്ല. നാഷണൽ കോൺഫറൻസ് എന്താണ്? നാഷണൽ കോൺഫറൻസ് ഷെയ്ഖ് അബ്ദുള്ള, ഫറൂഖ് അബ്ദുള്ള, ഒടുവിൽ ഒമർ അബ്ദുള്ള, ഈ 3 അബ്ദുള്ളമാർക്ക് അധികാരവും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് ആനുകൂല്യങ്ങളും അനുഭവിക്കാൻ വേണ്ടി സാക്ഷാൽ ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ളവർ ചെയ്തു കൊടുത്ത ഒരു സൗകര്യം. ഭാരതം പ്രതിസന്ധി നേരിട്ടപ്പോഴെല്ലാം ഈ വിഘടനവാദം അവിടെ കൊടുമ്പിരിക്കൊണ്ടപ്പോൾ വിഘടനവാദികളായ നേതാക്കളുടെ മക്കളെക്കുറിച്ച് അന്വേഷണം ദേശീയവാദികളായ മാധ്യമങ്ങൾ നടത്തിയിരുന്നു. എല്ലാവരുടെയും മക്കൾ വളരെ സുരക്ഷിതരായി വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നു, ജീവിക്കുന്നു. അതെങ്ങനെ ഫണ്ട് ചെയ്യുന്നു? വിദേശ ശക്തികൾ, പാകിസ്ഥാനിൽ നിന്നടക്കമുള്ള ശക്തികൾ നൽകുന്ന ഫണ്ട് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് വിഘടനവാദത്തെ ചെറുക്കാൻ എന്നുള്ള പേരിൽ ഭാരത സർക്കാരിൽ നിന്ന് കിട്ടിയ രഹസ്യമായ ഫണ്ടിങ് അതും ഇവർക്ക് ലഭിച്ചിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഭാരതത്തിന്റെ പണം വാങ്ങിയും ഭാരതത്തെ പണം വാങ്ങിയ ശേഷം ഭാരതത്തെ ഒറ്റുകൊടുത്തുകൊണ്ടും അതിനുവേണ്ടി വിദേശ ശക്തികളിൽ നിന്ന് കൈപ്പറ്റിക്കൊണ്ടും യഥാർത്ഥ ദേശവിരുദ്ധ പ്രവർത്തനമാണ്. ഏറ്റവും കുറഞ്ഞത് ചാരപ്രവർത്തനത്തിനെങ്കിലും ഇവിടെ നിയമ നടപടി നേരിടേണ്ടവരായിരുന്നു ഈ പാർട്ടിയുടെ 3 തലമുറയും അതിലെ നേതാക്കളും അതിനോടൊപ്പം നിൽക്കുന്ന മറ്റ് വിഘടനവാദികളായ നേതാക്കളും. ഞാൻ ഒരു സംഘടനയുടെയും പേര് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് മാത്രമല്ല, നമ്മളിവിടെ പറയേണ്ട ഒരു കാര്യം, ഏത് ഭരണകൂടം വന്നതിന് ശേഷമാണ് താഴ്വര ശാന്തമായതെന്നാണ്. അതുകൂടെ നോക്കണം. അത് സഹിക്കുന്നില്ല. അത് സഹിക്കാത്ത ശക്തികൾ അയൽപക്കത്തുണ്ട്. അത് സഹിക്കാത്ത ശക്തികൾ ഭാരതത്തിന് ചുറ്റുമുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി അവരുടെ പണം വാങ്ങി ഒറ്റുകാരാവാൻ ഒരുങ്ങുന്ന ഒരു സാഹചര്യമല്ലേ ഉരുത്തിരിയുന്നത്? ഗൗതം. പ്രദീപ് പിള്ള, അത് തന്നെയാണ്. അതായത് ജമ്മു കശ്മീർ ഇപ്പോൾ ഒരു നയാ കശ്മീർ എന്ന നിലയിലേക്ക് മാറുന്നു എന്ന വസ്തുത എല്ലാവരും അംഗീകരിക്കുന്നതാണ്. കശ്മീരിൽ വിഘടനവാദ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇല്ലാണ്ടാകുന്നുണ്ട്. നേരത്തെ സൈന്യത്തിന് നേരെ തുടർച്ചയായി കല്ലെറിയുന്ന ദൃശ്യങ്ങൾ നമ്മൾ കശ്മീരിൽ നിന്നും കണ്ടുവെങ്കിൽ ഇപ്പോൾ അത്തരം ദൃശ്യങ്ങൾ താഴ്വരയിൽ ഇല്ലാതായിരിക്കുന്നു. ഭീകരാക്രമണങ്ങളുടെ തോത് കുറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായി തന്നെ അത് ഇല്ല എന്നല്ല. പക്ഷേ മുൻപ് പരസ്യമായി തന്നെ പാകിസ്ഥാന്റെയും IS-ന്റെയും കൊടികളുമായി ഭീകരവാദികൾ AK-47 തോക്കുമൊക്കെ എടുത്ത് സാധാരണക്കാർക്ക് മേൽ വീഴുമെങ്കിൽ ഇപ്പോൾ അത് ഒളിഞ്ഞിരുന്നുള്ള ഒളിപ്പോരാട്ടമായെങ്കിലും അത് ചുരുങ്ങുന്നു. മാത്രമല്ല, ഭീകരവാദികളെ പൂർണ്ണമായി തന്നെ അമർച്ച ചെയ്യുന്ന ഓപ്പറേഷൻ ഓൾ ഔട്ട് അത് അതിശക്തമായി സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്നും തുടരുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കശ്മീരിലെ വോട്ടിംഗ് ശതമാനം വിഘടനവാദികളെയും പാക് ഭീകരശക്തികളെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഭാരതത്തിൻ്റെ ജനാധിപത്യ ചരിത്രത്തിൽ 1947 ശേഷമുള്ള ചരിത്രത്തിൽ കശ്മീരിൽ ഇത്രയധികം വോട്ടർമാർ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയ ഒരു സാഹചര്യം മുൻപൊരിക്കലും കണ്ടിട്ടില്ല. നേരത്തെ ജമ്മു കശ്മീരിലെ വോട്ടിംഗ് ശതമാനം എന്നത് കേവലം 6 or 7 ഒക്കെ ആയിരുന്നു ഓരോ മണ്ഡലങ്ങളിൽ. എങ്കിൽ ഇത്തവണ 50% മുകളിലേക്ക്, പ്രത്യേകിച്ച് ശ്രീനഗർ ഉൾപ്പെടെയുള്ള താഴ്വരയിലെ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ലോക്സഭാ സീറ്റുകളിലും 50% മുകളിലേക്ക് പോളിംഗ് ശതമാനം എത്തിയെന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ ജനാധിപത്യ സിസ്റ്റത്തോട് പൂർണ്ണമായി തന്നെ കശ്മീരിലെ ജനത യോജിക്കുന്നു. വിഘടനവാദികളുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനുള്ള ആഹ്വാനം അവർ ഉൾക്കൊള്ളുന്നില്ല. പക്ഷേ നാഷണൽ കോൺഫറൻസും PDPയും ഒക്കെ പോലെയുള്ള പാർട്ടികളുടെ ചരിത്രപരമായി ആ സംഘടനകളുടെ സ്വഭാവം നമുക്കറിയാം. പ്രത്യേകിച്ച് നാഷണൽ കോൺഫറൻസിനെ സംബന്ധിച്ച് ഈ കശ്മീരി വിഘടനവാദികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും 1990-ൽ കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ നടന്നിട്ടുള്ള വലിയ ആക്രമണം, ആ ആക്രമണത്തിന്റെ ഫലമായി 5 ലക്ഷത്തിനും 7 ലക്ഷത്തിനും ഇടയിൽ കശ്മീരി ഹിന്ദുക്കൾ അവിടം വിട്ട് ജമ്മുവിലേക്കും അതോടൊപ്പം തന്നെ മറ്റ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പലായനം ചെയ്യേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ
പിന്തുണ നൽകിയിട്ടുള്ള പാർട്ടിയാണ് നാഷണൽ കോൺഫറൻസ്. ഷെയ്ഖ് അബ്ദുള്ളയാണെങ്കിലും പിന്നീട് വന്ന ഫറൂഖ് അബ്ദുള്ളയാണെങ്കിലും ഒമർ അബ്ദുള്ളയാണെങ്കിലും ഇവരുടെ എല്ലാം നിലപാട് കശ്മീരിനെ ഭാരതത്തിൽ നിന്നും അടർത്തി മാറ്റണമെന്നുള്ളതാണ്. വിഘടനവാദികൾക്കും ഭീകരശക്തികൾക്കും പിന്തുണ നൽകുന്നവരാണ്. മാത്രമല്ല, നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വിദേശ ശക്തികളുടെ പണം, പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരശക്തികളുടെ വലിയ തോതിലുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് നാഷണൽ കോൺഫറൻസ് ആയാലും PDP ആയാലും എന്ന കാര്യം രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഉൾപ്പെടെ പലതവണ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ പാർട്ടികളുടെ നേതാക്കൾ തന്നെ ഈ പാക് ഭീകരശക്തികളെ പരസ്യമായി തന്നെ പിന്തുണയ്ക്കുകയും ആർട്ടിക്കിൾ 370 വീണ്ടും പുനഃസ്ഥാപിക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. നാഷണൽ കോൺഫറൻസിന്റെ ഏതാണ്ട് 2 ദിവസങ്ങൾക്ക് മുൻപ് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ തന്നെ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കശ്മീരിന് പ്രത്യേക പതാക വേണമെന്നും പ്രത്യേക ഭരണഘടന വേണമെന്നും കശ്മീർ എന്നത് ഭാരതത്തിന്റെ പരിപൂർണമായ ഭാഗമല്ല, മറിച്ച് അതിനൊരു പ്രത്യേക ഐഡന്റിറ്റി ഉണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഈ രാജ്യത്തിന് പുറത്തേക്ക് ആ ഭൂപ്രദേശത്തെ അടർത്തി മാറ്റുവാൻ ശ്രമിക്കുന്ന കക്ഷികളാണ് തങ്ങളെന്ന് സ്വയം അവർ തന്നെ പ്രഖ്യാപിക്കുന്നുള്ളൂ. അത് നാഷണൽ കോൺഫറൻസിന്റെയും PDPയുടെയും നേതാക്കൾ അക്കാര്യം ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി എങ്ങനെയാണ് വലിയ ജനാധിപത്യത്തെ പറ്റി സംസാരിക്കുന്ന കോൺഗ്രസിന് സഖ്യമുണ്ടാക്കാൻ കഴിയുന്നത് എന്ന ചോദ്യമാണ് BJP ഉന്നയിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ ഈ സംവരണ വിഷയം ഉയർത്തി കാണിക്കുന്നുണ്ടായിരുന്നു. BJP അധികാരത്തിൽ വന്നാൽ OBC അതോടൊപ്പം തന്നെ SC/ST വിഭാഗങ്ങളുടെ സംവരണം വെട്ടിച്ചുരുക്കും തുടങ്ങിയ വ്യാപകമായ തെറ്റായ പ്രചരണങ്ങൾ നടത്തിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അങ്ങനെയുള്ള കോൺഗ്രസിന് എങ്ങനെയാണ് ജമ്മു കാശ്മീരിൽ ഇതുവരെ, അതായത് ആർട്ടിക്കിൾ 370 BJP സർക്കാർ എടുത്തു കളയുന്നതിന് മുൻപ് വരെ കശ്മീർ ഭരണത്തിൽ ഇരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പോലും അവിടെ SC/ST വിഭാഗങ്ങൾക്ക് സംവരണം നൽകിയിരുന്നില്ല. ഇപ്പോൾ മണ്ഡല പുനർനിർണയത്തിന് ശേഷമാണ് ജമ്മു കാശ്മീരിന്റെ ചരിത്രത്തിൽ ആദ്യമായി 16 സീറ്റുകൾ ഗുജ്ജറുകളും അതോടൊപ്പം തന്നെ അതുപോലെയുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്ക് SC/ST വിഭാഗങ്ങൾക്ക് സീറ്റുകൾ മാറ്റിവെക്കുന്നത്. അപ്പോൾ സംവരണ വിരുദ്ധ സ്വഭാവമുള്ള പാർട്ടികളാണ് കശ്മീരിൽ പ്രധാനമായിട്ടുള്ളത്. നാഷണൽ കോൺഫറൻസ് ആണെങ്കിലും PDP ആണെങ്കിലും. അങ്ങനെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം നൽകുന്നതിനെ എതിർക്കുന്ന കക്ഷികളുമായി എങ്ങനെയാണ് കോൺഗ്രസിന് അവിടെ കൈകോർക്കാൻ സാധിക്കുന്നത്? ദേശീയ തലത്തിൽ സംവരണത്തെപ്പറ്റി സംസാരിക്കുകയും ഒരു സംസ്ഥാനത്ത് അതിനെതിരായി പ്രവർത്തിക്കുകയും നിലകൊള്ളുകയും ചെയ്യുന്ന കക്ഷികളുമായി എങ്ങനെ സഖ്യമുണ്ടാക്കാൻ സാധിക്കുന്നു എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിന് മുന്നിൽ BJP ഉന്നയിക്കുന്നത്. ഗൗതം, തുടർന്നുള്ള മണിക്കൂറുകളിൽ ലൈവ് റിപ്പോർട്ടിലടക്കം നമുക്കിതിന്റെ വിശദാംശങ്ങളിലേക്ക് കോൺഗ്രസ് പ്രതികരിക്കാനുള്ള ചങ്കൂറ്റം കാട്ടുമോ എന്നുള്ള കാര്യത്തിലേക്കൊക്കെ മടങ്ങി എത്താം. നമുക്കിപ്പോൾ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്, അല്ലേ രജനി? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ്. കാരണം ഇന്നലെ ഈ 5 ദിവസത്തിന് ശേഷം അമ്മ മിണ്ടിക്കണ്ടായിരുന്നു. പക്ഷെ അതിലും എത്രത്തോളം സത്യമുണ്ട് എന്നുള്ള കാര്യത്തിലില്ല. ഇന്ന് ഫെഫ്ക അടക്കം പ്രതികരിക്കുമെന്നും പറയുന്നു. അമ്മ പ്രതിരോധിക്കാനായി 2 വനിതാ ആക്ടർമാരെയും കൊണ്ടാണ് വന്നത്. എന്നാലും സർക്കാർ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ പ്രതിരോധത്തിലാവുക തന്നെയാണ് ചെയ്യുന്നത്. വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശം തള്ളി റിപ്പോർട്ടിലെ കൂടുതൽ ഭാഗങ്ങൾ നീക്കിയതിൽ സർക്കാർ മൗനത്തിലാണ്. 5 ദിവസത്തെ മൗനത്തിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമ്മ സംഘടന പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രതികരണത്തിലും അമ്മയുടെ ഉള്ളിൽ ഭിന്നത ഉണ്ട് എന്നുള്ളൊരു കാര്യം അതിന് തൊട്ട് പിന്നാലെ ജഗദീഷ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് കൂടുതൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മുഖം സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു പരാതിയുമായിട്ട് ബംഗാളി നടി ചിത്രലേഖ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രതിഷേധം ശക്തമാക്കുവാൻ തന്നെ സാധ്യത. ഈ വിഷയങ്ങൾക്ക് നമുക്കിപ്പോൾ രശ്മി കാർത്തിക ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. രശ്മി, ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, 4.5 വർഷത്തിന് ശേഷം ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. അതിൽ പ്രധാനപ്പെട്ട ചില പേജുകൾ കാണാനുമില്ല. ഉന്നതരെ സംരക്ഷിക്കുവാൻ വേണ്ടി തന്നെയാണ് സർക്കാർ ഈ നിലപാടെടുത്തത്. അതിലാകെ പ്രതിരോധത്തിലായി നിൽക്കുന്നൊരവസ്ഥ. ഒപ്പം ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിനെതിരെ കൂടെ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിന് അല്പസമയത്തിന് മുൻപ് സജി തെരയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പ്രഗത്ഭനായ സംവിധായകനാണ് രഞ്ജിത്ത്. രഞ്ജിത്തിനെതിരെ ഒരു നടപടി എടുക്കില്ല. പിന്നെ എങ്ങനെ പറയുന്നു സ്ത്രീപക്ഷ നിലപാട് തുടരുന്ന സർക്കാരാണ് ഇടതുപക്ഷ സർക്കാരെന്ന്? രജനി, സംസ്ഥാന സർക്കാരിനെതിരെ വ്യാപകമായ ഒരു വിമർശനം പല തലങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. നേരത്തെ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ആരെങ്കിലും പരാതിയുമായി എത്തുവാണെങ്കിൽ കേസെടുക്കാം, അല്ലാതെ കേസെടുക്കാൻ നിർവാഹമില്ല എന്നുള്ളതാണ്. ശ്രീലേഖ മിത്ര ബംഗാളി നടി ഇത്തരത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ കഴിഞ്ഞ ദിവസം രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിലിപ്പോൾ സജി ചെറിയാൻ പ്രതികരിച്ചിരിക്കുന്നത് രഞ്ജിത്തിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്ത്യ കണ്ട പ്രഗത്ഭനായിട്ടുള്ള കലാകാരനാണ് രഞ്ജിത്ത്. രേഖാമൂലം പരാതി ലഭിച്ചാൽ
മാത്രം നടപടി സ്വീകരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഇതിൽ സർക്കാരിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. കാരണം വർഷങ്ങൾക്ക് മുൻപാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ 4.5 വർഷങ്ങൾക്ക് ശേഷമാണിത് പുറത്തുവിടുന്നത് തന്നെ. ഇത്ര കാലം ഇത് പുറത്തുവിടാതിരിക്കുന്നതിൽ തന്നെ സർക്കാരിന്റെ ഒരു ലക്ഷ്യം എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ അത് ഒഴിവാക്കിയാണ് സർക്കാർ പുറത്തുവിട്ടത് എന്നുള്ള വിവരവും പുറത്തു വന്നിരുന്നു. കാരണം വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചത് ഇതിലെ 21 ഖണ്ഡിക ഒഴികെയുള്ള ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കണം എന്നുള്ളതാണ്. ഇതിൽ സ്വകാര്യതയെ ബാധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഭാഗമുണ്ടെങ്കിൽ അത് ഒരു പട്ടികയായി തയ്യാറാക്കിയതിനു ശേഷം അപേക്ഷകർക്ക് കൈമാറണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി വിവരാവകാശ കമ്മീഷൻ നൽകിയിരുന്നു. പക്ഷേ സർക്കാർ ചെയ്തത് ഇതിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഖണ്ഡിക എന്ന് പറയുന്നത് 96ാമത്തെ ഖണ്ഡികയാണ്. പ്രമുഖരായവർ ലൈംഗിക ചൂഷണം നടത്തി എന്നുള്ളതാണ് ഈ 96ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത്. അതിനുശേഷമുള്ള ഇതിന്റെ തുടർന്നുള്ള 11 ഖണ്ഡികകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഖണ്ഡികകളാണ് സർക്കാർ മനഃപൂർവ്വം വെട്ടിമാറ്റിയിരിക്കുന്നത്. അതിനുശേഷമാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിനൊരു വിശദീകരണം തേടിയപ്പോൾ മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യം സ്വകാര്യതയെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ടാണ് അത് പ്രസിദ്ധീകരിക്കാതിരുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെ പ്രമുഖരെ സംരക്ഷിക്കാനുള്ള ഒരു സർക്കാരിന്റെ നീക്കമാണ് ഇത് എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. ആഭ്യന്തര വകുപ്പിന് സ്വമേധയാ കേസെടുക്കാവുന്ന ഒരു വിഷയമാണ്. മാത്രവുമല്ല ഈ 18 വയസ്സിൽ താഴെയുള്ളവർ പീഡനത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ പോക്സോ നിയമപ്രകാരവും കേസെടുക്കാവുന്നതാണ്. പക്ഷേ ഇതൊന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇനി കോൺക്ലേവ് ഉൾപ്പെടെ സംഘടിപ്പിക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഇത് കോടതിയുടെ മേൽ സർക്കാർ ഇത് അതായത് കോടതി ഇതിൽ തുടർന്ന് നടപടി സ്വീകരിക്കട്ടെ. കോടതി പറയുകയാണെങ്കിൽ FIR ഇടാം, കേസ് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ സർക്കാരിന്റെ നിലപാട്. അത് തന്നെയാണ് കോടതിയെ അറിയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഏതായാലും തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 9 മണിക്ക് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിക്കുമെന്ന് അറിയുന്നു. അതോടൊപ്പം തന്നെ 9 മണിക്ക് നടൻ ഇന്ദ്രൻസിന്റെ പ്രതികരണം തിരുവനന്തപുരത്ത് നിന്നുണ്ട്. ഏതായാലും വിഷയം വലിയ രീതിയിൽ സജീവമായി ചർച്ചയാവുകയാണ്. സർക്കാർ മൗനം പാലിക്കുന്നതും സർക്കാരിന്റെ ഈ ഒരു നിലപാടും ബംഗാൾ നടി കൃത്യമായി തന്നെ രഞ്ജിത്തിന്റെ പേരടക്കം വെളിപ്പെടുത്തി എന്താണ് ആ ഹോട്ടൽ മുറിയിൽ സംഭവിച്ചത് എന്നുള്ളൊരു കാര്യങ്ങൾ അവൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്നിട്ട് പോലും ആ ചലച്ചിത്ര അക്കാദമി ചെയർമാനെ സംരക്ഷിക്കുന്ന നിലപാടാണ് മന്ത്രി സജി ചെറിയാൻ നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. പ്രഗത്ഭനായിട്ടുള്ള കലാകാരനാണ്, രേഖാമൂലം പരാതി കിട്ടുവാണെങ്കിൽ നടപടിയെടുക്കാം എന്നുള്ളൊരു വിശദീകരണമാണ് മന്ത്രി സജി ചെറിയാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഏതായാലും ഈ സർക്കാരിന്റെ നിലപാട് പ്രമുഖരെ സംരക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പല തലങ്ങളിൽ നിന്നും വിമർശനങ്ങളും ശക്തമായി ഉയരുന്നുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളിൽ തിരുവനന്തപുരത്ത് വിവിധ മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. രജനി. തീർച്ചയായിട്ടും. എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൂടുതൽ പ്രതികരണങ്ങളുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി കോഴിക്കോട്ടുണ്ട്. എന്തായാലും അവിടെ നിന്നൊരു പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം. വരും മണിക്കൂറുകൾ ഇത് തന്നെയായിരിക്കും കൂടുതലായിട്ട് നിൽക്കാൻ പോകുന്നത്. ഈ വാർത്തകളും നമുക്ക് കാണാം. രശ്മി കാർത്തികയാണ് വിശദാംശങ്ങൾ നൽകിയത്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം സമൂഹ മാധ്യമ ലോകത്തെ സംഭവിച്ച വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. സോഷ്യൽ സ്കോപ്പുമായി സോഷ്യൽ സ്കോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. സമയക്കുറവുണ്ട്, ധാരാളം വാർത്തകളുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 2-3 എണ്ണം എടുത്തു പോകാം. എടുക്കാതെ വയ്യ. ആദ്യത്തെ കാണാം. BBC-ക്ക് നമ്മുടെ വിദേശമന്ത്രി നൽകിയ മറുപടിയാണ്. എന്തിനാണ് പുതിനെ കെട്ടിപ്പിടിച്ചത് എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ ആലിംഗനം ചെയ്തത് എന്നായിരുന്നു BBC മാധ്യമ ലേഖകന്റെ ചോദ്യം. ക്ലാസിക് മറുപടിയായിരുന്നു ജയശങ്കർ പതിവ് പോലെ തന്നെ. ഇൻ അവർ വേൾഡ് വെൻ പീപ്പിൾ മീറ്റ് ദേ ആർ മെന്റ് ടു എംബ്രേസ് ഈച്ച് അതർ. ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് യുവർ കൾച്ചർ. ഹെൻസ് ദിസ് ക്വസ്റ്റ്യൻ. ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിഥികളെ കണ്ടാൽ ആശ്ലേഷിച്ചാണ് സ്വീകരിക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ ആ സംസ്കാരം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ചോദ്യം. ഒന്ന് കേൾക്കാൻ കഴിയുമോ നമുക്ക്? Regarding your question, you know, in our part of the world, when people meet people, they are given to embracing each other. It may not be part of your culture, but I assure you it's part of ours. So, in fact, today I think I saw the Prime Minister also embrace President Zelensky, and I've seen him do it with a number of other leaders in a number of other places. So I think perhaps we have a slightly cultural a gap here in terms of what these courtesies mean. ഈ കുറച്ച് കാര്യങ്ങൾ വ്യക്തതയോടുകൂടി ഒപ്പം കുറിക്കൊള്ളുന്ന രീതിയിൽ പറയുന്ന ഒരാളാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അതെ അതെ,
അദ്ദേഹം മന്ത്രിയായപ്പോൾ നമ്മളെല്ലാം പെട്ടെന്ന് ഒരു ലിസ്റ്റിലും ഒരു അഭ്യൂഹങ്ങളിലും ഇല്ലായിരുന്ന ഒരു പേരായിരുന്നു വിദേശമന്ത്രിയായപ്പോൾ. പക്ഷേ അദ്ദേഹം വിദേശകാര്യ വക്താവായിരുന്നു. അവിടെ ഒരു പ്രത്യേകത, പലപ്പോഴും ദീർഘകാലം വിദേശകാര്യ വക്താവായിരിക്കുന്നയാൾ ആണ് വിദേശകാര്യ സെക്രട്ടറി ആയി പിന്നെ വരുന്നത്. വിദേശകാര്യ വക്താവ് എന്ന് പറയുമ്പോഴാണ് ഒരുപക്ഷെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള പോസ്റ്റ്. വളരെ സൂക്ഷിച്ച് പറയേണ്ടത് പറയണം, പറയാൻ പാടില്ലാത്ത പറയരുത്, ചിലത് പറയാതെ പറയണം. പക്ഷേ അതിൻ്റെ ആ ഒരു സ്കില്ല് മുഴുവൻ പ്രകടമായത് പുറത്തു പോകുമ്പോൾ, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ ലോകത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ള പുച്ഛം നിറഞ്ഞ ചില ചോദ്യങ്ങൾക്ക് നൽകുന്ന വിദേശ മാധ്യമങ്ങൾക്ക് വായടപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി തന്നെയാണ് ജയശങ്കർ നൽകിയത്. അടുത്ത് നോക്കാം. ഇനിയൊരു ആശ്ലേഷത്തിൻ്റെ വാർത്തയാണ് ഇത്. സെലൻസ്കിയെ ആശ്ലേഷിച്ച് നിൽക്കുകയാണ് അല്ലേ? അതും യുദ്ധഭൂമിയിൽ ചെന്നിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ പ്രധാനമന്ത്രി വൊളോഡിമിർ സെലൻസ്കിയെ ആശ്ലേഷണം ചെയ്തത്. ഇത് ഒരു ഇൻസ്റ്റാ പോസ്റ്റാണ്. 2 മില്യൺ കഴിഞ്ഞു. അതിലെ ലൈക്ക് മാത്രം 20 ലക്ഷം പേരാണ് അത് ലൈക്ക് ചെയ്തിരിക്കുന്നത്. ഭാരതത്തിലും വിദേശത്തുമുള്ള വിമർശകർക്ക് കാണാം വലിയൊരു സന്ദേശം. ഇനി വരുന്ന മണിക്കൂറുകളിൽ നമ്മൾ 2 ആലിംഗനങ്ങളുടെ കഥയുമായി എത്തും. പ്രേക്ഷകർ ദയവായി ക്ഷമയോടെ കാത്തിരിക്കുക. അത് സംബന്ധിച്ച വിശദാംശങ്ങളും വിടാം. അടുത്ത് നോക്കാം. അപ്പോൾ ഇത് സംബന്ധിച്ച് 2 ആശ്ലേഷങ്ങൾ, പ്രധാനമന്ത്രിയുടെ സന്ദർശനം, ഇത് കാണിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഒന്ന്, എന്തിന് ആലിംഗനം ചെയ്തു എന്നുള്ള BBC-യുടെ ചോദ്യത്തിനുള്ള മറുപടി. 2, ഒരു ആലിംഗനത്തിൻ്റെ കഥ. ഇനി 2 ആലിംഗനങ്ങളുടെ കഥയുമായി ജനം TV അല്പസമയത്തിന് ശേഷം പ്രേക്ഷകർക്ക് മുന്നിലെത്തും. തൽക്കാലം മറ്റൊരു വാർത്തയിലേക്ക് പെട്ടെന്ന് പോയി പിന്നെ റാപ്പിഡ് ന്യൂസുമുണ്ട്. ക്രാഫ്റ്റ് വർക്കുകൾ എപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. നല്ല ക്ഷമയും കഠിന പരിശ്രമവും ഉണ്ടെങ്കിൽ മാത്രമേ ക്രാഫ്റ്റ് വർക്ക് അതിൻ്റെ പരിപൂർണതയിലെത്തൂ. ഒഴിവ് സമയത്ത് വിരസത മാറ്റാൻ ചെറിയ വർക്കുകൾ ചെയ്തു തുടങ്ങി ഒരു വീടാകെ കരകൗശല ശില്പങ്ങൾ കൊണ്ട് നിറച്ച ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഒരു മഹാരോഗത്തെ പൊരുതി തോൽപ്പിച്ച് തൻ്റെ ക്രാഫ്റ്റ് വർക്കുകളുമായി മുമ്പോട്ട് പോകുന്ന കർഷകനായ വ്യക്തിയാണ് ഇദ്ദേഹം. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ ചപ്പാത്തിനടുത്ത് പച്ചക്കാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. ഇവിടെ എന്ത് വസ്തുക്കൾ കിട്ടിയാലും അതിൽ നിന്ന് മനോഹരമായ ശില്പങ്ങളും രൂപങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വ്യക്തിയുണ്ട്. KJ ജോസഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇക്കാണുന്നതെല്ലാം പാഴ്വസ്തുക്കളിൽ നിന്നും ജോസഫ് ചേട്ടൻ ഉണ്ടാക്കിയെടുത്തതാണ്. വർഷങ്ങൾക്ക് മുമ്പ് കൃഷിയിടത്തിലെ ജോലിക്ക് ശേഷം വിരസത മാറ്റാൻ ആരംഭിച്ചതാണ് കരകൗശല നിർമ്മാണം. ബന്ധുക്കളിൽ നിന്നും അയൽക്കാരിൽ നിന്നുമെല്ലാം മികച്ച പ്രതികരണം ലഭിച്ചതോടെ അത് തുടർന്നു. വളരെ യാദർശികമായിട്ടാണ് എത്തുന്നത്. ഒന്നും പ്ലാൻ ചെയ്തൊന്നുമല്ല. ഒരു സാധനം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ സാധനത്തിന് ആരെങ്കിലും കാണുന്നവരൊക്കെ നല്ലതെന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത വേറൊരെണ്ണം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തും. ഒരാൾ നല്ലതാന്ന് പറഞ്ഞാലേ നമുക്ക് അത് ചെയ്യാനായിട്ടുള്ള ഇതുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം വീട്ടിൽ നിന്നായിരിക്കും കൂടുതലും കിട്ടുന്നത്. എന്നാന്ന് വെച്ചാൽ ഇപ്പൊ വീട്ടിലെ കുട്ടികളാണേലും ഭാര്യയാണേലും നമ്മുടെ അയൽക്കാരാണേലും അവരെല്ലാം പറയും ഇത് കൊള്ളാം കേട്ടോ, ഇത് ഭംഗിയായിട്ടുണ്ട്, അല്ലെ അങ്ങനെ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് നമുക്ക് കിടക്കാൻ പറ്റും. അന്നേരം നമ്മൾ വേറെ അടുത്തതിനെ കുറിച്ച് ചിന്തിക്കുന്നു. അങ്ങനെ ഓരോന്ന് നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് ചിന്തിച്ച് ഒന്നീന്ന് ഒന്നിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും. ഇന്നീ വീടാകെ കരകൗശല ശില്പങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. കയ്യിലൊരു വസ്തു കിട്ടിയാൽ അതെങ്ങനെ ഒരു ശില്പമാക്കി എടുക്കാം എന്നുള്ളതാണ് ജോസഫ് ചേട്ടന്റെ ചിന്ത. അതിൽ നിന്നും ഉരുത്തിരിഞ്ഞവയാണ് ഇവയെല്ലാം. ചുള്ളിക്കമ്പുകൾ മുതൽ ചിരട്ടയും വൃക്ഷങ്ങളുടെ ഉണങ്ങിയ കായ്കളും ഇലകളുമെല്ലാം ജോസഫ് ചേട്ടന്റെ കയ്യിൽ കിട്ടിയാൽ ഓരോ ശില്പങ്ങളായി മാറും. പുതിയ വീട് വെച്ചപ്പോൾ അതിലേക്ക് ആവശ്യമായവയെല്ലാം ഒരുക്കിയത് ജോസഫ് ചേട്ടൻ തന്നെയാണ്. ഓരോ നിർമ്മാണത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടെന്ന് ജോസഫ് ചേട്ടൻ പറയുന്നു. ഉറുമ്പും എട്ടുകാലിയും മുതൽ പാമ്പും മീനുകളും പക്ഷികളും തേനീച്ചയും വരെ ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആകാംക്ഷയും കൗതുകവും പകരുന്നതാണ് ഇവ. പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന ഓരോ വസ്തുവിലും ഓരോ ആശയം കണ്ടാണ് ശില്പനിർമ്മാണം. അത് നമ്മളിപ്പോ നമ്മുടെ ഒരു വഴിയിലൊരു അല്ലെ ഒരു കമ്പ് അല്ലെ ഒരു വേര് കടന്നു കഴിഞ്ഞാൽ അതിൽ ഇന്ന ഒരു സാധനം ഉണ്ടെന്ന് നമുക്കിപ്പോ കാണാൻ കഴിയും. ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കായ ഉണ്ടായി നിലത്ത് പൊട്ടിക്കിടന്ന ആ കായ എങ്ങനെ വിനിയോഗിക്കാമെന്ന് നമുക്ക് ആലോചിക്കാം. നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഒരുവിധപ്പെട്ടവര്
ചിന്തിക്കുന്ന ആൾക്കാർക്ക് അതേലെല്ലാം ഓരോ സാധനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനിടെ ക്യാൻസർ എന്ന മഹാരോഗത്തെയും പൊരുതി ജയിച്ചു ജോസഫേട്ടൻ. ആ സമയത്തും കരകൗശല നിർമ്മാണം അദ്ദേഹം തുടർന്നു. ജീവിതത്തെ കാർന്നു തിന്ന രോഗത്തെ ഭയപ്പെടാതിരുന്നതാണ് അതിജീവനത്തിന് വഴിതെളിച്ചതെന്നും അദ്ദേഹം പറയുന്നു. രോഗം ക്യാൻസർ പോലുള്ള ഒരു രോഗം വന്നു കഴിഞ്ഞ് ഞാൻ കീഴടങ്ങാനൊന്നും തയ്യാറില്ലായിരുന്നു. എന്റെ ഭാര്യ നിൽപ്പുണ്ട്. ഞാൻ അതിനെ വളരെ ശക്തമായിട്ട് തന്നെ നേരിടുമായിരുന്നു. എനിക്കൊരു ഭയം എനിക്കത് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഈ രോഗം ഒരുപാട് പേർക്ക് വരികയും ഒരുപാട് പേര് അതിന്റെ പേര് പിടിക്കപ്പെടുകയൊക്കെ ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട്. കണ്ടിട്ടുമുണ്ട്. നമ്മൾ സിനിമയിലും അല്ലാതെ നേരിട്ടും കാണാനൊക്കെ അവസരം ഉണ്ടായിരുന്നു. പക്ഷെ ഭയന്നാലല്ലേ നമുക്ക് അതിന്റെ തീവ്രത തോന്നുന്നുണ്ട്. ഭയമില്ലെങ്കിൽ പിന്നെ തീവ്രത ഇല്ല. ജോസഫ് ചേട്ടന്റെ പിന്തുണയുമായി ഭാര്യ എലിസബത്തും കൂടെയുണ്ട്. ആവുന്നിടത്തോളം കാലം പാഴ്വസ്തുക്കളിൽ നിന്നും പുതിയ ശില്പങ്ങൾ രൂപപ്പെടുത്തിയെടുക്കണമെന്ന ആഗ്രഹത്തിലാണ് ജോസഫ് ചേട്ടന്റെ ജീവിതം. പരിശ്രമിച്ചിടുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം. ഏതവസ്ഥയിലായാലും പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്നുള്ളതാണ് ജോസഫ് ചേട്ടന്റെ പക്ഷം. അദ്ദേഹത്തിന്റെ നിർമ്മിതികൾ ഇതിനെല്ലാം തന്നെ ഉദാഹരണവുമാണ്. സുബിൻ തോമസ്, ജനം, ഇടുക്കി. മറ്റുള്ളവർക്ക് ഒരു പാഠം നൽകുക കൂടെ തന്നെയാണ് ഈ ജോസഫ് ഏട്ടൻ ചെയ്യുന്നത്. അതെ. വാർത്തകളുടെ കുത്തൊഴുക്കായിരുന്നു ഇതുവരെ. ഇനിയൊരു അല്പം ശാന്തി തേടി പുണ്യദർശനം. കേരളത്തിലെ പ്രസിദ്ധമായ ലക്ഷ്മണ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എറണാകുളം, കോട്ടയം ജില്ലകളുടെ അതിർത്തിയിലുള്ള മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. എറണാകുളം ജില്ലയിലെ 4 അമ്പലങ്ങളിൽ ഒന്നായ മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും വിശേഷങ്ങളും വിശദമായി ഒന്ന് അറിഞ്ഞുവരാം ആ ദർശനത്തിലൂടെ. എറണാകുളത്തെ മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്ര വിശേഷങ്ങളിലേക്കാണ്. ദർശനപാതയിലെ രണ്ടാമത് ക്ഷേത്രമായ ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിൽ നിന്നും 12 കിലോമീറ്റർ ദൂരെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിന്. എറണാകുളം ജില്ലയിലെ 3 ക്ഷേത്രങ്ങളും എറണാകുളം കോട്ടയം അതിർത്തിയിൽ കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ ഉൾപ്പെടുന്ന മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രവും ചേർത്തുകൊണ്ടുള്ള 4 അമ്പല ദർശനത്തിൽ മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം മാത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ളത്. വിഗ്രഹത്തിന് പകരം തിടമ്പാണ് ക്ഷേത്ര ശ്രീകോവിലിൽ ആരാധിക്കുന്നത്. ഐതിഹ്യപരിമയിൽ ഏറെ പറയാനുണ്ട് ഈ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തെ പറ്റി. കേരളത്തിലെ മിക്ക ലക്ഷ്മണ ക്ഷേത്രങ്ങളിലും ശ്രീകോവിലുള്ള അഷ്ടബന്ധ സമ്പ്രദായത്തിലാണ്. അതിനാൽ തന്നെ ഇവിടെ തിടമ്പ് വളരെയധികം ആരാധനാ സവിശേഷമാണ്. രാമ രാമ രമാപതേ ധരണീപതേ കരുണാനിധേ. ശ്രീരാമന്റെ സന്തത സഹചാരി സൗമിത്രി തിരുമൂഴിക്കുളത്ത് നിന്ന് ശിവേലി ബിംബത്തിൽ എഴുന്നള്ളി ശ്രീലകം പൂണ്ട തീർത്ഥസ്ഥാനമായാണ് ഇവിടം കണക്കാക്കപ്പെടുന്നത്. ലക്ഷ്മണ പെരുമാളിന്റെ ശിവേലി ബിംബം ഉപാസകനായിരുന്ന കരിമലക്കോട്ട് മൂസദിന്റെ ഗ്രഹത്തിലാണ് അന്ന് ഇറക്കി എഴുന്നള്ളിച്ചത്. മൂസദിന്റെ ഗ്രഹം ക്ഷേത്രത്തിലെ ഇന്നത്തെ കൊട്ടാരമാണ്. ചതുര ശ്രീകോവിലിൽ കുടികൊള്ളുന്ന മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമിയുടെ ശ്രീകോവിലിനോട് ചേർന്ന് ഇടതുവശത്ത് അകപ്രദക്ഷിണവട്ടത്തിൽ ഗണപതി, സുബ്രഹ്മണ്യൻ, ഹനുമാൻ എന്നീ ദേവതകളും കുടികൊള്ളുന്നുണ്ട്. പുറത്തെ പ്രദക്ഷിണ വഴിക്ക് പുറത്തായി തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്ക് ദർശനമായി ശിവപാർവതിമാരും അവരുടെ രൗദ്രഭാവത്തെ ശമിപ്പിക്കത്തക്ക വിധം തെക്കുകിഴക്ക് ഭാഗത്ത് അവർക്ക് അഭിമുഖമായി പടിഞ്ഞാറ് ദർശനമായി ശാസ്താവും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ശിവപാർവതിമാർക്ക് പിന്നിൽ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്ക് ദർശനമായി ഭദ്രകാളിയുടെ സാന്നിധ്യവും അതിന് വലതുഭാഗത്തായി സർപ്പ സാന്നിധ്യവുമുണ്ട്. ലക്ഷ്മണസ്വാമിയുടെ അനുഗ്രഹം തേടി ഒട്ടനവധി ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തുന്നത്. ലക്ഷ്മണസ്വാമിയുടെ അനുഗ്രഹം നേടി ഇനി ശത്രുഘ്നസ്വാമിയുടെ ദർശനത്തിനായുള്ള യാത്രയിലാണ്. എറണാകുളത്തെ 4 അമ്പലങ്ങളിലൂടെയുള്ള പുണ്യയാത്ര തുടരും. മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ക്യാമറമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം മിഥുൻ മുരളി.
ഇനി ഓണക്കാലമാണ്, അപ്പോൾ കുമ്മാട്ടികൾ ഇറങ്ങും. എന്തായാലും ആ ഒരു വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. കുമ്മാട്ടിക്ക് പേര് കേട്ട തൃശ്ശൂർ ജില്ലയിലെ വിവിധ ദേശങ്ങളിൽ കുമ്മാട്ടി മുഖങ്ങൾ അണിയറയിൽ ഒരുങ്ങുകയാണ്. ഇത്തവണ കുമ്മാട്ടി നടത്തുവാനുള്ള അനുമതി ലഭിച്ചതിന് പിന്നാലെ എത്രയും വേഗം ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് കിഴക്കും പാട്ടുകര വടക്കും മുറി കുമ്മാട്ടി സംഘം. പുരാണ കഥാപാത്രങ്ങളെ സ്തുതിച്ചുകൊണ്ട് ഓണനാളുകളിൽ വീടുകൾ തോറും എത്തുന്ന കുമ്മാട്ടികൾ ഗ്രാമീണ കേരളത്തിന്റെ നേർചിത്രം കൂടിയാണ്. വ്യത്യസ്തമായ കുമ്മാട്ടി മുഖങ്ങളാണ് ഓരോ ദേശവും തയ്യാറാക്കുക. കിഴക്കും പാട്ടുകര വടക്കുമുറി കുമ്മാട്ടി സംഘം കൂടുതലും പഴമയോടൊപ്പമാണ്. പഴയകാല കുമ്മാട്ടി മുഖങ്ങൾ തന്നെയാണ് ഓരോ വർഷവും ഉപയോഗിച്ചു വരുന്നത്. കുട്ടികൾ ഉൾപ്പെടെ നിരവധി കലാകാരന്മാരാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത്. നിരവധി ക്ലബ്ബുകളും ഇതിനുവേണ്ടി പ്രവർത്തിച്ചു വരുന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കുമ്മാട്ടി ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ വേണ്ടെന്ന് വെച്ച തീരുമാനത്തിൽ മാറ്റമുണ്ടായ സന്തോഷത്തിലാണ് ഓരോ കുമ്മാട്ടി സംഘങ്ങളും. അതുകൊണ്ട് തന്നെ ഇനി കുറച്ചു സമയം മാത്രമാണ് ബാക്കിയുള്ളതെന്നും കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു. ഒരു ഓർഡർ വന്നതോടുകൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി പൂർവാധികം ശക്തിയോടുകൂടി ഒരുക്കങ്ങൾ തുടങ്ങി. നമ്മൾ വീണ്ടും അതുകൊണ്ട് ഒരുക്കങ്ങൾ തന്നെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. വീണ്ടും നമ്മൾ പുല്ല് നോക്കാൻ പോയി, അതുപോലെ തന്നെ മുഖങ്ങൾ പെയിൻ്റ് അടിക്കാൻ കൊടുത്തു. ടേബിളക്കാരനോട് പണി കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ എല്ലാ മേളക്കാരും നാസരക്കാർ, ചെട്ടിവാദ്യം, അതുപോലെ തന്നെ ശിങ്കാരി മേളം, ബാൻഡ് സെറ്റ്, അതുപോലെ എല്ലാവരോടും തമ്പോല, അങ്ങനെയുള്ള എല്ലാ ആൾക്കാരോടും നമ്മുടെ തടസ്സങ്ങളൊന്നുമില്ല. നമ്മളിനി പഴയമാതിരി തന്നെ നമ്മുടെ കുമ്മാട്ടികൾ നടക്കും. അതുകൊണ്ട് എല്ലാവരും അത് നമ്മൾ ആ ഒരുക്കങ്ങളൊക്കെ നമ്മൾ വീണ്ടും അത് ഏറെക്കുറെ ഇതായി അതിൻ്റെ ഒരു ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ദേഹത്ത് പർപ്പടകപ്പുല്ല് വരിഞ്ഞു ചുറ്റി കുമിൾത്തടിയിൽ കൊത്തിയ മുഖംമൂടി അണിഞ്ഞുകൊണ്ടാണ് നാട്ടിട വഴികളിലൂടെ കുമ്മാട്ടി സംഘങ്ങൾ വീടുകളിലേക്ക് എത്തുന്നത്. കിഴക്കും പാട്ടുകരയിലെ ഓരോ കുമ്മാട്ടി മുഖങ്ങൾക്കും 50 തുടങ്ങി 75 വർഷക്കാലം പഴക്കമുണ്ട്. ഇതൊക്കെ ഒരു 50-55 കൊല്ലക്കാലം പഴക്കമുള്ളതാണ് ഈ മുഖം. പക്ഷേ ഇത് ഈ ബാലി സുഗ്രീനൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ബാലി സുഗ്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഒരു 10-20-25 വർഷക്കാലമായിട്ടുള്ള ഇതാണ്. ഞങ്ങൾക്ക് ഇങ്ങനത്തെ കുമ്മാട്ടി ഇതുപോലെയുള്ള രൂപത്തിലായിട്ട് നമുക്ക് 75 വർഷക്കാലമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്നുള്ള മുഖങ്ങളാണ് ഇതൊക്കെ. ചരിത്രപ്രകാരം വടക്കുംനാഥന്റെ 108 ഭൂതഗണങ്ങളിൽ പെടുന്നവയാണ് കുമ്മാട്ടിക്കൂട്ടങ്ങൾ. വീടുകൾ തോറും സന്ദർശനം നടത്തിയെത്തുന്ന കുമ്മാട്ടികളെ ആദരവോടെയാണ് ഗ്രാമീണർ കാണുന്നത്. ഓണത്തിന്റെ ദിനങ്ങൾ അടുക്കുമ്പോൾ നാട്ടിട വഴികളെ ആവേശഭരിതമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തൃശ്ശൂരിലെ കുമ്മാട്ടിക്കൂട്ടങ്ങൾ. ജനം, തൃശ്ശൂർ. അങ്ങനെ പുതുപ്പുലരി അവസാന നിമിഷങ്ങളിലേക്ക് കിടക്കുകയാണ് അല്ലേ? ഇന്നിനി പ്രതീക്ഷിക്കാവുന്ന ന്യൂസ് അജണ്ടയാണ് ഇനി പെട്ടെന്ന് പറയാനുള്ളത്. അടുത്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ്. തുടർന്നുള്ള വാർത്തകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണത്തിൽ കേസെടുത്താൽ നിലനിൽക്കില്ല എന്ന മന്ത്രി സജി ചെറിയാന്റെ വാദം. ഇപ്പോൾ ഒന്നടങ്കം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ഇടത് സർക്കാർ കാപട്യക്കാരെ കൂടെയാണോ, ലൈംഗിക ചൂഷണം നടത്തുന്ന ആളുകളുടെ കൂടെയാണോ എന്നുള്ളത്. കുറെ കൂടെ വ്യക്തമായി ചോദിച്ചാൽ ഇരയ്ക്കൊപ്പമോ വേട്ടക്കാരനൊപ്പമോ?
എന്തായാലും അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് തന്നെ എന്തിന് അത്രയും ഒക്കെ വെട്ടിമാറ്റി എന്നുള്ള ചോദ്യം ഇപ്പോഴും നിൽക്കുന്നു. ഈ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു ചില ഭാഗങ്ങൾ മറച്ചു വെക്കണം, അത് സ്വകാര്യത ബാധിക്കുന്നതാണ്. അതിനും അപ്പുറമുള്ളത് വെട്ടിമാറ്റിയത് ആരെ സംരക്ഷിക്കാനെന്നുള്ള ചോദ്യം അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മറ്റൊന്ന്, കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ അസം സ്വദേശി എപ്പോഴായിരിക്കും നാട്ടിൽ എത്തുക എന്നുള്ളതാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. പോലീസ് സംഘം വിശാഖപട്ടണത്ത് നിന്ന് ഇന്ന് കേരളത്തിലേക്ക് എത്തിയിരിക്കും. ട്രെയിൻ മാർഗമായിരിക്കും എത്തുന്നത്. കൊച്ചിയിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച ഒരു വാർത്തയുടെ തുടക്കം കൂടെയാണ്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇന്നലെ 5 ദിവസത്തിന് ശേഷം അമ്മ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെ ഫെഫ്കയും വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ പുറപ്പെടുവിക്കും എന്നാണ് ഫെഫ്ക ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാലും അതും കൂടുതൽ പ്രതികരണങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി ഇന്ന് കോഴിക്കോട്ട് ഉണ്ട്. എന്നാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാലോ, ഈ പൂഴ്ത്തി വെച്ചതടക്കമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്ന ഒരു കാര്യം. പോലീസിന്റെ പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് അദ്ദേഹം എത്തുന്നത്. ഡൽഹിയിൽ ചുവപ്പൻ ഭീകരത, അതിനെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ പ്രത്യേക യോഗം ചേരും. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. ഒപ്പം നേരത്തെ പുത്തൻപുലരിയിൽ തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്ത വലിയ വാർത്ത, ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് അനുമതി നിഷേധിക്കാനുള്ള CPM ഭരണസമിതിയുടെ കേവലം ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് ഇങ്ങനെ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഭക്തജനങ്ങളൊക്കെ തന്നെ പ്രതിഷേധത്തിനാണ്. അതിന്റെ കൂടുതൽ ചർച്ചകളൊക്കെ തന്നെ നമ്മുടെ വരും മണിക്കൂറുകളിലെ വാർത്തകളിൽ കാണാൻ കഴിയും. ഒപ്പം ഭാരതം വിശ്വസമാധാന കേന്ദ്രം ആവുകയാണ്. വിശ്വഗുരു എന്ന് പരിഹസിച്ചവർ ഇന്ന് കാണുക വിശ്വഗുരുവിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയെന്നുള്ളത് അതും ഉണ്ടാവും തുടർന്നുള്ള മണിക്കൂറിൽ. എന്തായാലും പുത്തൻപുലരിയുടെ സമയം ഇവിടെ കഴിയുകയാണ്. ഇന്നത്തെ പുത്തൻപുലരിയുടെ നാളെ വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ധാരാളം കമൻറ്റുകൾ കണ്ടു. ഓരോ വാർത്തയെക്കുറിച്ചുള്ള കമൻറ്റ് കണ്ടു. ഞങ്ങൾക്ക് ആശംസ നമസ്തേ എല്ലാം കണ്ടു. പക്ഷേ വാർത്തകളുടെ കുത്തൊഴുക്കായിരുന്നു. ഒന്ന് ശ്വാസം വിടാൻ ഇടകിട്ടാത്തതുകൊണ്ടാണ് പ്രതികരണങ്ങളിലേക്ക് പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. ഈ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ വിലക്ക്, ഇത്തരത്തിലുള്ള വാർത്തകൾ ഞാൻ TV മാത്രമേ കൊടുക്കുകയുള്ളൂ. ചില മാധ്യമങ്ങൾ ഇതൊക്കെ തന്നെ മറച്ചു വയ്ക്കുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒന്നും തന്നെ മറച്ചു വയ്ക്കുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാർത്തകൾ കൃത്യമായ രീതിയിൽ അതിലൊരു പൊള്ളത്തനങ്ങളും ഇല്ലാതെ തന്നെ കാണിക്കുന്നു. വീണ്ടും വീണ്ടും അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. നന്ദി, നമസ്തേ. നമസ്തേ.